Hey y'all markers! This is a dedication to cinema lovers all around the world! ഈ നഗരം വേഗത വളരെ കൂടിയിരിക്കുന്ന നഗരമായിരിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങളും അന്യദേശത്തിലുള്ള ജനങ്ങളും താമസിക്കുന്ന ഇടം. ലോകത്തിലുള്ള എല്ലാ ജനജീവിതവും ഇവിടെ കാണാൻ സാധിക്കും. ദിവസം കൂടുന്തോറും ജനത്തുകയും വാഹനങ്ങളും ഇവിടെ പെരുക്കിക്കൊണ്ടിരിക്കുന്നു. ചവറുപോലും വിറ്റ് കാശാക്കുന്ന വിദ്യ അറിഞ്ഞ നാടായി മാറിയിരിക്കുന്നു ഈ നഗരം. നമ്മൾ എപ്പോഴെങ്കിലും കാണുന്ന കാഴ്ചകൾ, ജനനം, മരണം, വിപത്ത്, ഇതെല്ലാം ഒരേ ദിവസം തന്നെ കാണാൻ പറ്റുന്ന ഒരു നഗരമായി മാറിയിരിക്കുന്നു. എല്ലാവർക്കുമുണ്ട് ഒരു വേഗത, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വേഗത. ചില്ലിക്കാശ് പോലെ ഇറക്കാതെ പെട്ടെന്ന് പണക്കാരനാവാനുള്ള ഒരു അത്യാഗ്രഹം. ജനങ്ങളെ പറ്റിച്ച് അന്തസ്സ് നേടുവാൻ ഈ സമൂഹത്തിൽ ഒരു കൂട്ടം തന്നെയുണ്ട്. അത്തരം കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ കഥയിലെ നായകൻ. എന്താ മോനെ, ഫീൽഡ് വർക്കൊക്കെ എങ്ങനെ പോകുന്നു? എന്തോന്നാ സാറ്, എല്ലാ പണി വിനോദല്ലേ നോക്കുന്നത്. ഞങ്ങളെ ഒന്നിനും ചേർക്കാറില്ല. ഞങ്ങളെ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിച്ചെങ്കിലല്ലേ എല്ലാ ജോലി നിങ്ങൾ അവനെയല്ലേ ഏൽപ്പിക്കുന്നേ. കാരണം അവൻ എന്ത് ജോലി കൊടുത്താലും അവൻ നല്ല കലക്കനായിട്ട് ചെയ്യും. ഹായ് ഹാൻസം. ഇവനെപ്പോഴും ഇവിടെ തന്നെയാ ഉള്ളത്. ഇവനാണ് വിനോദ്, ഈ കഥയുടെ നായകൻ. ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വലിയ സിനിമാ നിർമ്മാതാവ് ആവണം എന്നാണ്. ഏതൊരു സാഹചര്യത്തിലും നുണ പറഞ്ഞ് അതെങ്ങനെയെങ്കിലും സത്യമാക്കാൻ ശ്രമിക്കും. സ്വന്തമായിട്ടൊരു ഓഫീസില്ല. ഇവിടെയുള്ള എല്ലാ മാളുകളിലും ഫുഡ് കോർട്ടാണ് ഇവന്റെ ഓഫീസ്. പ്രത്യേകിച്ചും ഈ മാളിലേക്ക് കൂടുതൽ വരാനുള്ള കാരണം എന്താണെന്ന് പോകുന്തോറും അറിയാം. ആ ഡ്രൈവർ, വണ്ടി അകത്ത് പാർക്ക് ചെയ്തോളൂ. ഓക്കെ ഡാടാ, ഒരിക്കൽ കൂടെ ലിഫ്റ്റ് ചോദിച്ച് റോഡിൽ നിൽക്കുവാണെങ്കിലേ കാർ കയറ്റി കൊല്ലും തന്നെ ഞാൻ. ആ ടോക്കൺ അല്ലേ, അത് നിങ്ങൾ എടുത്തോളൂ. ബൈ. നീ വരുവാടാ. അവൻ വരുന്നുണ്ട്, നമുക്കങ്ങ് പോയേക്കാം. എന്നാ ശരി. വാടാ. വാടാ. ആ ചേട്ടാ, നമസ്കാരമുണ്ട്. നമസ്കാരം, ഇരിക്കേ. പിന്നെ ഞാൻ പറഞ്ഞില്ല. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കൂ. വിനോദ്, അന്ന് പറഞ്ഞ ആള് ഈ പുള്ളിയാണോ? ഇപ്പൊ നിങ്ങൾക്ക് എത്ര ആവശ്യം? 5C മതിയാവും സർ. 5? എമൗണ്ട് ഭയങ്കര കുറവാണല്ലോ. അങ്ങനെയല്ല ചേട്ടാ, സാർ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സാറേ. നിങ്ങളൊരു കാര്യം ചെയ്യും, 1C എന്റെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തേക്ക്. കറക്റ്റ് ആണെങ്കിൽ ട്രാൻസാക്ഷൻ നോക്കിയിട്ട് ഒരു 100C വരെ ഞാൻ ചെയ്തു തന്നേക്കാം. എന്തിനാണ് സർ ട്രാൻസാക്ഷൻ? അമൗണ്ട് ഭയങ്കര വലുതല്ലേ, അതിനൊരു ഉറപ്പ് വേണ്ടേ? സാറിനെ പാർട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ശരി ചേട്ടാ, ഞാൻ എന്നാ പോട്ടെ. വരട്ടെ സർ. നോക്കിയിട്ട് പറയൂ. ഓക്കെ ചേട്ടാ, ഞാൻ വിളിക്കാം എന്നാ. നമസ്തേ സേട്ടു. നമസ്തേ സാബ്, ബൈറ്റോ. സാബ് ഫോൺ ചെയ്തെല്ലാം പറഞ്ഞു. എത്ര പൈസ വേണം? 5 കോടി മതിയാവും. ചെറിയ ചെറിയ പൈസ ഒന്നും ഞാൻ ചെയ്യാറില്ല, അതിന് ലാഭം ഇല്ലെന്നേ. കുറച്ച് വലുതായിട്ട് ചോദിക്കേ. വാങ്ങിയ പൈസ ആദ്യം തിരിച്ചടക്കണ്ടേ? അരേ ബായ്, എത്ര വേണേലും ചോദിച്ചോ, പ്രശ്നമില്ല. ബിസിനസ്സില് വിശ്വാസമാണ് പ്രധാനം. ഇതുപോലെയുള്ള കസ്റ്റമറെ കിട്ടാനല്ലേ കഷ്ടം. ഹോം മിനിസ്റ്റർ വിളിക്കുന്നു. एक मिनट. हाँ बोलिए साहब. हाँ 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 100C. हाँ വന്നു വന്നു. എന്റെ അമ്മോ, ഇതെന്താ ബെഡ് മുഴുവൻ കാശാണല്ലോ. എന്റെ അമ്മോ, ദാ ഇവിടെ ഉണ്ടല്ലോ. ഭഗവാനെ, ഇയാളുടെ സഹായം കൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ കടങ്ങളൊക്കെ തീർക്കണം. സാർ, എന്നെ പറ്റിച്ചു സാർ. എല്ലാവരും ചേർന്ന് എന്റെ 1 കോടി ഉറുപ്പിക പറ്റിച്ചു സാർ. വഞ്ചിക്കപ്പെട്ടത് നിങ്ങളല്ലേ, അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്താ സാർ ഇതൊക്കെ? കുറഞ്ഞ പലിശ എന്ന് കേൾക്കുമ്പോ തന്നെ ഓടിച്ചെന്ന് വാങ്ങിക്കാൻ പോയിട്ടല്ലേ. പിന്നെ അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾക്കാണ് ഒറ്റ ദിവസം കൊണ്ട് ഒബാമയാവണം. ആഗ്രഹം നല്ലതാ, പക്ഷെ അത്യാഗ്രഹം പാടില്ല. അവരെ അന്വേഷിക്കുന്നതും കടലിൽ പോയി സൂചി തേടുന്ന ഒരുപോലെയാ.
എന്തിടാ ആള് വന്നാ? വന്നു ചേട്ടാ, പക്ഷേ വല്ലാതെ പേടിയായിരുന്നു. അതിനെന്താ, എനിക്കും പേടിയില്ലേ? അല്ല ചേട്ടാ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? എല്ലാ ടെസ്റ്റും ഓക്കെ ആയില്ലേ, പിന്നെന്താ? എന്റെ ഭാര്യയുടെ ആഭരണങ്ങള്, ബാങ്ക് ബാലൻസ് ഓരോ പലിശക്ക് കാശ് കൊടുത്തോണ്ടാ വന്നിരിക്കുന്നത്. എങ്ങനെ പേടിയില്ലാണ്ടിരിക്കും? ഇത് ഡീല് നടന്നാൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ ചേട്ടാ, പറ്റൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കൊന്നും ചോദിച്ചില്ലല്ലോ, എല്ലാം നിങ്ങൾക്കുള്ളതാ. എന്തു ആണെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സംസാരിച്ചോ, കാരണം നിങ്ങൾ ചേട്ടൻ അയച്ചതല്ലേ. ശരി, അയാള് സംസാരിക്കും. ഞാൻ വിളിച്ച് ഡയറക്റ്റ് ആയിട്ട് വിളിക്കാം, നിങ്ങൾ സംസാരിച്ചോ. ശരി, വിളിക്ക്. ഇങ്ങോട്ട് വന്നേ, ഇന്ന് వరాన్ చేటా. నమస్కారం అండి. నాకు ఎవరు లేదండి. నాకు నలుగురు అమ్మాయిలు ఉంటారు. ఈ మ్యాటర్ మొత్తం బయటికి తెలిస్తే నన్ను చంపేస్తాను. ఏం యావదు, భయపడాదు. അല്ല, തനിക്ക് ഇങ്ങനെ തെലുങ്ക് സംസാരിക്കാൻ പറ്റും? അത് പിന്നെ തെലുങ്ക് സിനിമ ഞാൻ കുറെ കാണാറുണ്ട്, അതുകൊണ്ടാ. ഞാനും ഇംഗ്ലീഷ് പടമൊക്കെ കാണാറുണ്ട്. ഓ, അതൊക്കെ ഇപ്പൊ സംസാരിക്കേണ്ട കാര്യം എന്താ? நீங்க வாங்கலனாலும் பரவாயில்ல, என்ன விட்டுருங்கோ, ஆளை விட்டுருங்கോ, నేను పోతాను. അയാളെന്താ ഓർഡർ? ഇല്ല, നിങ്ങൾ കാരണമാ. അല്ല നിക്കേ, എന്താ ഏട്ടാ ഇത്? ഇങ്ങ് വന്നേ. ഉണ്ട് ഏണ്ടി. ആ ഏട്ടാ, ഏട്ടാ ഇത് കണ്ടില്ലേ എങ്ങനെ ഇരിക്കുന്നു എന്ന്? കണ്ട്. ആ പിന്നെ ഈ കോയിൻ തന്നെ 100 എണ്ണം ഉണ്ട്. അത് തന്നെ 1 കിലോ ഉണ്ടാവും. അതുകൂടാതെ ഗോൾഡ് ബിസ്ക്കറ്റ് കൊണ്ടുവന്നേ. എത്ര ആയാലും 4 കോടിയെങ്കിലും ഉണ്ടാവും. ഇതിനെ കുറിച്ച് ആലോചിക്കല്ലേ, എടുത്ത് വെക്ക്. ആ വേഗാട്ടെ. ആ പെട്ടി എടുത്തു. ആ എമൗണ്ട് എടുക്ക്. നോക്കിക്കോ. ആ എന്തായാലും ഓക്കെ അല്ലേ? കൊടുത്തേക്ക്. ഏട്ടാ, അപ്പുറത്തൊരാൾ നോക്കുന്നുണ്ടാണ് തോന്നുന്നത്. നിങ്ങൾ പതുക്കെ വിട്ടോ. ആ നിങ്ങളും വിട്ടോ. വേഗമാട്ടെ. എന്നാടോ തന്റെ ഷെയർ? ആരോടാ ഫോണില്? ഹലോ വിനോദേ, നീ ഇപ്പൊ എവിടെ ഉള്ളത്? നമ്മൾ ചതിക്കപ്പെട്ടടാ. എന്ത്? ഡ്യൂപ്ലിക്കേറ്റ് ആടാ മോനെ. ആസിഡ് ഒഴിച്ചിട്ട് നിക്കുന്നില്ലടാ, മൊത്തം പുകയുവാടാ, എല്ലാം പിത്തളയാടാ. എന്ത് പിച്ചളയാണോ? അതാണ് മോനെ. എന്തായിട്ടത്? ടെസ്റ്ററിന്റെ അടുത്തുനിന്നല്ലേ വാങ്ങിയത്? ടെസ്റ്റിന് കൊടുത്തത് ഒറിജിനൽ അല്ലേ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ശരി, ചേട്ടൻ എവിടെ? ഏട്ടൻ ദുബായിക്ക് പോയല്ലോ. എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. സ്വർണ്ണം തന്ന കാരണവരോ? കാരണവരോ? నేను వస్తాను బాబు, వస్తాను. കാരണവര് അപ്പോഴേ സ്ഥലം വിട്ടില്ലേ? ഏത് നാട്ടുകാരനാണെന്ന് പോലും അറിയില്ല. അയ്യോ, മുഴുവനും പോയല്ലോ. ഏട്ടാ, പുള്ളിക്കാരൻ ഹായ് ആപ്പിൾ. ഹലോ. യെസ്, വാട്ട് യു വാണ്ട് സർ? എന്ത് വേണമെന്ന് പറഞ്ഞാലും തരുമോ? തന്നില്ലെങ്കിൽ വിടുവോ? ആ എന്നാ പിന്നെ താ. ഇവിടെ നോക്ക്, അതൊക്കെ പിന്നെ നോക്കാം. എപ്പോഴാണോ? ആദ്യം ഇതുപോലെയുള്ളവന്മാരെ കൂട്ടുകെട്ട് നിർത്ത്. ഹേ, അയാൾ അത്ര ചീത്താളൊന്നും. അപ്പൊ നീയോ? എനിക്കറിയാം ഞാൻ നല്ലവനാണെന്ന്. എല്ലാം നമുക്ക് വേണ്ടിയാണ്. വേണ്ട, ഇത് റിസ്ക് ആണ്. ഏതെങ്കിലും ഒരു ഡീലെങ്കിലും ഓക്കെ ആയാലുണ്ടല്ലോ, ലൈഫിൽ നമുക്ക് സെറ്റിൽ ശരി, ആവാനേ. നമുക്ക് പിന്നെ സംസാരിക്കാം. കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, ഞാൻ ഈവനിങ് ഓക്കെ ദെൻ ബൈ. സ്റ്റോപ്പ് ബോർഡ് സൈഡ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. റോജർ കോർപ്പിറ്റർ, ജസ്റ്റ് എ മിനിറ്റ്, ഐ എം കമ്മിങ് ഡൗൺ. Shiva sir, there's a weather information coming up. Please be careful. I'm just coming in a moment. Yes sir. മാഡം വന്നിട്ടുണ്ട്. Yes sir, she's already come. എങ്കിൽ വരാൻ പറയൂ. Yeah, I'll bring her immediately. This way, ma'am. Yeah, she called me Mr. Nasty, and she told me that she like it real fancy. She my perfect match, call her Miss Nasty, and I give it to her good, she call me Daddy. Yeah, she call me Mr. Nasty, and she told me that she like it real fancy. She my perfect match, call her Miss Nasty, and I give it to her good, Hello, she call sir. me Daddy. വെൽക്കം അബോർഡ്. പ്ലീസ് സിറ്റ്. ആ RP മാറ്ററിന്റെ കാര്യം എന്തായി? ഞാൻ പ്ലാൻ മെയിൽ അയച്ചിരുന്നല്ലോ, കിട്ടിയോ? വിനോദ് ഫോളോ അപ്പ് Where is he? ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഫോൺ ചെയ്ത് വിളിക്കാം. ഹലോ. ഞാനാ സംസാരിക്കുന്നത്. ആ പറഞ്ഞു ഏട്ടാ. ഒന്ന് അകത്തേക്ക് വരുമോ? ആ ഓക്കെ ഏട്ടാ. ആ പറഞ്ഞു ഏട്ടാ. വരും മോനെ, അങ്ങോട്ടിരിക്കൂ. ഹായ്. ഹായ്. അതിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ഒന്ന് പറഞ്ഞേക്ക്. ആ പറയാം. ആക്ച്വലി ദിസ് ഇസ് അവർ പ്ലാൻ. ഇതുവരെ 28 നമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പേരെ കണക്ട് ചെയ്തിട്ടുണ്ട്.
എത്ര പ്രാവശ്യം വിളിക്കുന്നു. ഹലോ ഹലോ, എവിടെയാടാ നീ? ഞാനൊരു പ്രധാനപ്പെട്ട ജോലിക്ക് വേണ്ടി പുറത്തേക്ക് വന്നതാ. ബൈക്ക് ഉണ്ടല്ലോ. ഞാനും പുറത്തുണ്ടടാ. നീയും പുറത്തുണ്ടോ? വീടിന് പുറത്തൊന്ന് നോക്കടാ. ഹേയ്, ഇവിടെ എന്തെടുക്കുക? പുറത്തോട്ട് വരാനല്ലേ പറഞ്ഞത്? വരുന്നു വരുന്നു വരുന്നു. കള്ളത്തിരുമാലി, എന്നോട് കള്ളം പറഞ്ഞല്ലേ? കാണിച്ചു തരാൻ ഞാൻ. ഇങ്ങോട്ട് വാ. ഹേയ്, ഇവിടെ എന്തിനാ വന്ന? വരാൻ പാടില്ലേ? എത്ര നേരായിട്ട് കാത്തു നിൽക്കാ ഞാൻ. അത് പിന്നെ എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എന്ത് ജോലി? ദേ കണ്ടില്ലേ, ഇപ്പൊ തന്നെ കോള് വന്നു. നമ്മൾ മീറ്റ് ചെയ്തിട്ട് എത്ര കാലമായി? ഒരു ദിവസമെങ്കിലും നീ എന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ? ഇന്ന് ഫുൾ ഡേ നീ എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം. അത് പിന്നെ ചേട്ടനൊരു ജോലി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വിച്ച് ഓഫ് ചെയ്യാദ്യം. സ്വിച്ച് ഓഫ് ചെയ്യാനാ പറഞ്ഞത്. സോ ക്യൂട്ട്. നീലക്കടലിൻ കരയിലോ റോസാപ്പൂവായി നീ നിൽക്കേ, കണ്ണും കാലും വീരയ്ക്കും നടിയേ. ഐസ്ക്രീം നദിയുടെ കരയിലോ ആരുമില്ല സന്ധ്യയ്ക്ക്, കണ്ടിട്ടാനേൽ ദാഹം എടുക്കും നടി. നോക്കാതെ നീ എന്നെ പൈശാചികമായി തോന്നുന്നടി, നീ കാരണം നിലാപം രക്ഷിക്കുന്നു. തന്നാലെ എന്നുള്ളിൽ താളമേളങ്ങൾ കൊട്ടുന്നു, റഹ്മാന്റെ മെലഡി കേൾക്കുന്നടി. ആപ്പിൾ റിംഗ് തോന്നിയാടി, ആൻഡ്രോയിഡ് സുന്ദരി നീയാണോ? 4G ഡൗൺലോഡ് സ്പീഡ് പോലെ നീയൻ കൺമണിയാ. ആപ്പിൾ റിംഗ് തോന്നിയാടി, ആൻഡ്രോയിഡ് സുന്ദരി നീയാണോ? 4G ഡൗൺലോഡ് സ്പീഡ് പോലെ നീയൻ കൺമണിയാ. നിന്നെ പ്രേമിക്കുന്നു, ആദം ഏവാൾ കഥകളൊക്കെ തിരുത്തി എഴുതിയിടാം. സ്ട്രോബെറി പെണ്ണെ നീയോ എന്നെ പിൽസ്ബർഗാക്കിയത്, റീവൈൻഡോടിൽ നീയും എന്നെ മാട്ടുകയാണ്. നിന്നെ നേടാൻ എന്തു വേണൽ ചെയ്യും കൺമണിയേ, നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കൂട്ടിച്ചെല്ലാം ഞാൻ. നീയാണ് എൻ ശ്വാസം, എൻ സഖിയേ, അത് പറഞ്ഞറിക്കാത്ത സന്തോഷമാടി എൻ കണ്ണേ. ദേവസുന്ദരിയാണോ നീ, ഹരി അർജുന നമ്പാനോ, BMW കാരോ നീ, സഖിയേ ആരാധി. ദേവസുന്ദരിയാണോ നീ, ഹരി അർജുന നമ്പാനോ, BMW കാരോ നീ, സഖിയേ ആരാധി. പെണ്ണെ മോടന്തില്ലയാ, വേലിയില്ല ഗാർഡനുള്ളിൽ ഒറ്റയ്ക്കല്ലേനി, പൂക്കൾ മാത്രം പൂക്കും നാട്ടിൽ നന്ദവനം നീ. ഈച്ചകളൊക്കെ തേടിച്ചെല്ലും റാണി ഈച്ച നീ, എന്നുള്ളിൽ കൂടിക്കൊള്ളും തെന്നൽ കാട്ടാനീ, അത് തെളിച്ച് കാണും പ്രണയബന്ധം നീയല്ലോ. കണ്ണുകൾ ചൊല്ലുന്നു പ്രണയ കഥകൾ, നെഞ്ചിൽ വന്നാടും സല്ലാപങ്ങൾ. ഹൈഫൈ അഴകോട് നീയെ ഹൈപ്പർ ടെൻഷൻ ആക്കുന്നു, അയ്യോ പ്രളയം കൊണ്ടെന്നെ ചൂടാക്കുന്നു. ഹൈഫൈ അഴകോട് നീയെ ഹൈപ്പർ ടെൻഷൻ ആക്കുന്നു, അയ്യോ പ്രളയം കൊണ്ടെന്നെ ചൂടാക്കുന്നു. നീലക്കടലിൻ കരയിലോ റോസ്
റോസാപ്പൂവായി നീ നിൽക്കേ കണ്ണും കാരും വീരക്കുന്നടിയേ ഐസ്ക്രീം നദിയുടെ കരയിലോ ആരുമില്ല സന്ധ്യയ്ക്ക് കണ്ടിട്ടാനിൽ ദാഹം എടുക്കുന്നടി നോക്കാതെ നീ എന്നെ പൈശാചികമായി തോന്നുന്നടി നീ കാരണം നിലാപം ലജ്ജിക്കുന്നു തന്നാലെ എന്നുള്ളിൽ താളമേളങ്ങൾ കൊട്ടുന്നു റഹ്മാന്റെ മെലഡി കേൾക്കുന്നടി ആപ്പിൾ നീയാടി ആൻഡ്രോയിഡ് സുന്ദരി നീയാണോ 4G ഡൗൺലോഡ് സ്പീഡ് പോലെ പ്രിയം കൺമണിയാ ആപ്പിൾ നീയാടി ആൻഡ്രോയിഡ് സുന്ദരി നീയാണോ 4G ഡൗൺലോഡ് സ്പീഡ് പോലെ പ്രിയം കൺമണിയാ ഇയാളെന്താ ഇങ്ങനെ നോക്കുന്നത്? സാരല്ല വിട്, നമ്മൾ നോക്കാതിരുന്നാ പോരെ. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തു പോയാൽ മതി. എക്സ്ക്യൂസ് മീ, പറഞ്ഞോളൂ. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സോറി, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പേരല്ലേ വിനോദ്? അതെ. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്ന് പറയുന്നത്. അതെ, എനിക്ക് നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ല, പിന്നെന്ത് സംസാരിക്കാനാ? ദേഷ്യപ്പെടല്ലേ? പിന്നെ ഞാൻ പറഞ്ഞില്ല. നമസ്കാരം സർ. നമസ്കാരം. ഇരിക്കൂ. സാർ, ഈ വീഡിയോ എങ്ങനെ? ഇപ്പൊ സംസാരിക്കാം അല്ലേ? തന്നെ കൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം സാധിക്കും. എനിക്ക് മനസ്സിലായില്ല. നിന്നെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. നീ എത്ര ബുദ്ധിപരമായിട്ട് ജോലി ചെയ്യുന്നെന്നും അറിയാം. ഓക്കെ, എന്താ കാര്യം? കോഴിക്കോട് ഞങ്ങൾ പറയുന്ന ഒരു അഡ്രസ്സിൽ നിന്ന് ഒരു വാൻ കൊച്ചിയിലേക്ക് കൊണ്ടുവരണം. 2 ദിവസം ടൈം. അതിലെന്താ ഉള്ളത്? അതിലൊരു പുരാതന ശില്പമുണ്ട്. അതിനെന്തിനാ ഞാൻ? നിങ്ങൾക്ക് അനുഭവം എടുത്തോ പോരെ. അത് ഞങ്ങളെ എല്ലാവർക്കും അറിയാം. ബട്ട് നീ പുതുമുഖമാണ്, നിനക്ക് പണത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. പൈസയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ ജോലികളല്ല നീ ചെയ്യണേ. ഞങ്ങൾ പറയണ പോലെ കേക്ക്. എന്താ ചെയ്യണ്ടേ? ജോലി വളരെ ചെറുതാണ്, പക്ഷേ പ്രതിഫലം ഭയങ്കര വലുതാണ്. എന്നാ ഒരു 5 ലക്ഷം അഡ്വാൻസ് ഇരിക്കട്ടെ. 5 ലക്ഷം? ജോലി ചെയ്ത് തീർത്താലുടൻ ബാലൻസ് 25 ഉടൻ തന്നെ തന്നേക്കാം. 25? 25 ലക്ഷം. ലാക്സോ? അതെ. 25 ലാക്സ്. നമ്മളുടെ ജീവിതത്തിൽ 25 ലാക്സ് കണ്ടിട്ടില്ലല്ലോ. ഡീലൊക്കെയാണ് അത്. പിന്നെ ഈ വീഡിയോ നീ ആദ്യം ഡീല് തീർക്ക്, ഫോണെ നിനക്ക് തന്നേക്കാം. ഓക്കെ സർ. നമുക്ക് എന്തിനാണോ മച്ചു ഇതൊക്കെ? ചെറിയ വല്ല പാർട്ടി ഇനിയും പിടിക്കുക, അവരോട് വല്ലതും ചോദിക്കുക, എന്നിട്ട് വല്ലതും കഴിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോവുക. അല്ലാതെ നീ പറയുന്നതൊക്കെ പുലിപാല് പിടിക്കുന്ന സംഗതിയാ. കാശ് എപ്പോൾ വേണേലും ഉണ്ടാക്കാടാ, എന്നാ ജീവനോ പോയാൽ തിരിച്ചു കിട്ടുവാടാ. ആലോചിക്കേ. പോടാ. സ്വന്തം നാടാണ് കുഴപ്പമില്ലളിയാ. ഇത് പുറം നാട്ടിലുള്ള കാര്യമല്ലേ? പരിസരമൊന്നും നമുക്കറിയില്ല, റിസ്ക് കൂടുതലാ. ലോക്കലാണെങ്കിൽ പറ, എന്ത് ഞാൻ ചെയ്തുതരാം. പക്ഷെ ഈ പരിപാടി നടക്കും തോന്നില്ലളിയാ. നീയൊന്നും ശരിയാവില്ല. പേടിച്ചവരല്ല ഈ ലോകം മച്ചാരെ. പേടിക്കുന്നവരെല്ലാം കാഴ്ച കണ്ടിട്ട് പൊക്കോളും. നമ്മുടെ ജന്മം പുലിയുടെ ജന്മമാണ്, കൊന്നു തന്നെ തിന്നണം. എനിക്ക് ഡീലൊക്കെയാണ്. 50-50 എന്ത് പറയുന്നത്?
അതൊന്നും വേണ്ട, നീ പോവാൻ നോക്ക്. അളിയ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞതാ. കംപ്ലീറ്റ് സ്കെച്ച് ഇടാന്നേ. എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉള്ളത് എന്താച്ചാ 60-40 അല്ലെങ്കിൽ 40-60. ഞാൻ സഹായിക്കാന്നേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിൽ ഒരുത്തം പോലും ശരിയാവുമെന്ന് തോന്നുന്നില്ല. എന്തു ചെയ്യാം. ചിന്ന മുരുക, എല്ലാരെയും രക്ഷിക്കണം, പക്ഷെ എന്നെ മാത്രം സ്പെഷ്യലായിട്ട്. ഇവനാണ് ചിന്ന. ഒരു കാലത്ത് വിനോദിന്റെ റൂംമേറ്റ് ആയിരുന്നു. വിനോദ് ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ ഇവനാണ് പോലീസിൽ കുടുങ്ങ്. പോലീസിന്റെ അടി കൊള്ളാതിരിക്കാൻ വേണ്ടി ശബരിമല കാലത്ത് മാലിടുമായിരുന്നു. അതിപ്പോ എല്ലാ കാലത്തും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് സ്വർണ്ണക്കടയിൽ മുമ്പ് കച്ചവടം നടത്തിയിരുന്നു. ഇപ്പൊ ബിസിനസ് അല്പം ഡെവലപ്പ് ചെയ്ത് ഒരു വലിയ കട തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ നായകൻ വിനോദിനെ ഇവനെ കണ്ണെടുത്താ കണ്ടു. ഹലോ അളിയാ, എന്തിനാടാ ഫോൺ ചെയ്തേ? എന്താടാ? നീ ആയിട്ട് ഒരു ബന്ധവും വേണ്ട. ഒരു അർജന്റ് കാര്യമാണ്. എന്ത് അർജന്റ്? ഇപ്പോഴല്ലേ ഞാൻ ജോലി ചെയ്യാൻ പോകുന്നേ. കാശിന് വേണ്ടിട്ടല്ലടാ. കാശ് വേണ്ടെന്നോ? വേറെന്താടാ കാര്യം? നീ വെറുതെ ഫോൺ ചെയ്യാറില്ലല്ലോ. തൃശ്ശൂരില് ശിവന്റെ ഒരു അമ്പലമുണ്ട്, അവിടെ നിന്നെ വിളിച്ചോണ്ട് പോരാ. വരുന്നോ? അമ്പലത്തിലോ? എന്താ ഞാൻ പറഞ്ഞാ നിനക്ക് വിശ്വാസമില്ലേ? അവിടെ അമ്പലമല്ല. ഈ കള്ളൻ തമ്പാടിക്കൊക്കെ അമ്പലത്തിൽ എന്താ കാര്യം? ഞാൻ പഴയതുപോലെ ഒന്നും അല്ലെന്നേ, ഞാൻ വല്ലാതെ മാറിയിരിക്കുന്നു. ഓഹോ, വലിയ ലെവലിലായല്ലേ? അങ്ങനെ അല്ലെന്നേ. ഒരു മിനിറ്റ് മുരുക, ഇവരോട് ഞാൻ എന്താ പറയണ്ടേ? ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ, ഫ്ലൈറ്റിൽ വേണം കൊണ്ടുപോകാൻ. ഓക്കേ. അവൻ ഓക്കെ പറഞ്ഞു. മുരുക, ഇതെല്ലാം നിന്റെ കളിയാണോ? ഒരുത്തന്റെ കാര്യം ഓക്കെ ആയി. ഇനിയിപ്പോ ബാക്കിയുള്ളതിന് വേണ്ടി എന്താ ചെയ്യാ? എന്തെങ്കിലും ഒരു ഐഡിയ തോന്നണേ. എന്ത് ചെയ്യാം? ഇയാളുടെ പേരാണ് ഡില്ലി ബാബു. ഇവനെ പരിചയമുള്ള ആൾക്കാരൊക്കെ ഇവനെ സ്നേഹത്തോടെ വിളിക്കുന്നത് ബ്രോ എന്നാണ്. ഈ ബ്രോ എന്നത് ബ്രദറിന്റെ ഷോർട്ട് ഫോം അല്ല കേട്ടോ, ബ്രോക്കറിന്റെ ഷോർട്ട് ഫോം ആണ്. ഇല്ലടാ, അതൊക്കെ വലിയ വലിയ പാർട്ടിയല്ലേ, ഈ റേറ്റിനൊന്നും ശരിയാവത്തില്ല. ഞാൻ വേണമെങ്കിൽ വാട്സപ്പിൽ 2 അയച്ചു തരാം കേട്ടോ, നീ തുറന്നു നോക്ക്. ഓക്കെ. താമസിക്കാൻ ഒരു വീട് അന്വേഷിച്ച് നടന്ന് ഒരു മനുഷ്യൻ ബ്രോക്കറായി മാറുമല്ലോ, അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസിന് വേണ്ടി അലഞ്ഞ് ഇവനൊരു മോഡൽ കോർഡിനേറ്ററായി മാറി. ഇവനെ സംബന്ധിച്ച് എല്ലാ പണങ്ങൾക്കും ഒരു റേറ്റ് ഉണ്ട്. ഇവന്റെ ജീവിതത്തിൽ ഇവന് 3 ടാർഗറ്റേ ഉള്ളൂ. 1 കമ്മീഷൻ, 2 കമ്മീഷൻ, 3-മതും കമ്മീഷൻ. ഇടിവെട്ടാണല്ലോ, ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യണം. ഞാനിവിടെ സ്റ്റുഡിയോയില്. എടാ, ഞാനൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ പോവാ. എടാ, നീ എന്തോ സിനിമ എടുക്കാൻ പോവാന്നാണല്ലോ പറഞ്ഞ. അത് പിന്നെ ആദ്യം ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടേ അത് കഴിഞ്ഞിട്ട് ഫീച്ചർ ഫിലിം എടുക്കാന്ന് വെച്ചിട്ടാ. എന്താ കാര്യം? ഒന്നുമില്ല, ഒരു അമ്മ പിന്നെ ഒരു മോള്, ഒരു ഫാമിലി സെറ്റപ്പിന്റെ ആവശ്യമുണ്ട്. അമ്മയും മോളും ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ തന്നെ ഷോക്ക് ആവുമല്ലോ. അമ്മ ഓക്കെ, പക്ഷെ മോള് തായ്ലാന്റിൽ പോലും പെണ്ണുങ്ങളില്ലെന്ന് പറയാം, പക്ഷെ നിന്റെ അടുത്ത് പെണ്ണില്ലെന്ന് പറയരുത്. നിന്റെ അടുത്തുണ്ടാവും, നീ അയച്ചു. നിക്കടാ, നിനക്ക് വേണ്ടി ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഒരുത്തി ഉണ്ട്, പക്ഷെ അവക്ക് ഒടുക്കത്തെ ജാടയാണല്ലോ, അതാണിങ്ങനെ. എന്തോ നാടി മാസ്റ്റർ കുഴപ്പിച്ചു കളഞ്ഞല്ലോ. അത് പോട്ടടി, ഞാൻ എലിമിനേറ്റ് ആവുന്ന എനിക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ അറിയായിരുന്നു. വെറുതെ ഡാൻസ് ഏൽപ്പിച്ചിട്ട് അത് ശരിയല്ല, ഇത് ശരിയല്ല, മൂവ്മെന്റ് ശരിയല്ലെന്നും പറഞ്ഞ് ഓരോ കഥ പറയാ ഓരോ ദിവസവും. വെച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ വലിയ ഹീറോയിനായി കാണിക്കും. ഞാൻ അഭിനയിക്കുന്ന പടത്തിന് ഈ മാസ്റ്റർ കോറിയോഗ്രാഫ് ചെയ്യാൻ വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കടാ. നിനക്ക് മോള് റെഡി. സൂപ്പർ. അമ്മയോ? അമ്മയ്ക്ക്. ഹലോ സാറന്മാരെ, എന്റെ അമ്മായിയമ്മ ഒരു കൊച്ചിനെ പോലെയാണ് കേട്ടാ ഈ സീരിയൽ അഭിനയിക്കുക. പിന്നെ ഇമോഷണൽ സീനാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഓ, അടുത്ത മാസാണോ? ഓ, എന്തൊരു സാറേ, എനിക്ക് ഡേറ്റ് ഇല്ലല്ലോ. എടി കൊട നിവർത്തടി, വെയില് കണ്ടില്ലേ? ഓ, എപ്പ നോക്കിയാലും ഈ ഫോണില്. ഓ സോറി സാറേ, സീരിയലിനാണെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും മാറ്റി വെക്കണം സാറേ. സിനിമയാണെങ്കിൽ ഓക്കെ. എന്തൊരു സ്പോട്ട് പേയ്മെന്റാ? സ്പോട്ട് പേയ്മെന്റ് ആണെങ്കിൽ എനിക്ക് ക്യാരക്ടർ ഓക്കെ സാറേ. അമ്മയെ കിട്ടി.
ഗുഡ് ബോയ്. പെർ ഡേ 10,000 വിത്തൗട്ട് കമ്മീഷൻ. പിന്നെ ഈ ഷോർട്ട് ഫിലിം ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞ് എന്നെ മാറി നിർത്തരുത്. ഞാൻ വന്നാലേ അവർ വരത്തുള്ളൂ. ഓക്കെ അളിയാ മോർണിംഗ് 4 മണിക്ക് എയർപോർട്ടിലേക്ക് വന്നേക്കാം. എന്തുമാത്രം പാടാണെന്ന് അറിയോ ഞാൻ ഈ ചെയ്യുന്നത്? വിളിക്ക് സാറേ വിളിക്കേ. എന്തോന്നാടി പാൻ പറഞ്ഞാൽ മാത്രമേ ഇടാൻ തോന്നത്തുള്ളൂ. ഇപ്പൊ നോക്കാൻ പോയി ഞാൻ അസിസ്റ്റന്റ് പോലെയാണല്ലോ നിന്റെ. മാഡം എന്തോ ഷോട്ട് റെഡിയാണ്. എന്തോ പറഞ്ഞ് ഇപ്പഴല്ല കരഞ്ഞോണ്ട് വന്നിരുന്നത്. വൺ മോർ ഡയലോഗ് നോക്കുന്നോ? കരയാൻ എന്തോത്തിന് ഈ ഡയലോഗ്? അതല്ല മാഡം, ഡയറക്ടറിനെ വേറെ ലെവലിലെ ഫീൽ ചെയ്ത്. അങ്ങനെയാണ്. എന്റെ പടം ഒന്ന് റിലീസ് ആയിക്കോട്ടെ. എന്റെ റേഞ്ച് തന്നെ വേറെ. വാടി കരയാനുണ്ടെന്ന്. കണ്ണിലോട്ട് ഗ്ലിസറിൻ കമിഴ്ത്തടി. ഡയറക്ടർ കാര്യം. ഇപ്പോഴാണല്ലോ ഇവരെ 3 പേരെയും പരിചയപ്പെടുത്തിയത്. വീണ്ടും എന്തിനാണ് ഇവർ ഒന്നിച്ച് വന്നിരിക്കുന്നത്? അതല്ല അറിയേണ്ടത്. നിങ്ങൾക്ക് ടൈറ്റിൽ മനസ്സിലാവണ്ടേ? വിനോദ്, ചിന്ന, ഡില്ലി ബാബു. ഈ 3 പേരുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ VCD. 3 പേരും പക്കാ കള്ളന്മാരാണ്. എഡിറ്റർ സർ, ഇപ്പൊ നമുക്ക് ടൈറ്റിൽ കാണിക്കാം. ഇവിടെ തന്നെ. എന്നാലും ഇവിടെ വണ്ടി നിർത്തുന്ന ആ. അളിയാ, എടാ 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 എവിടാ പോന്ന്? എടാ ഞാനത് ഉള്ളിട്ട് വരട്ടെ, അർജന്റാ. ഇതൊക്കെ പിന്നെ ആയിക്കൂടെ? ആ ചെല്ലു. പ്രമേഹ രോഗികളൊക്കെയാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. കറക്റ്റായ അഡ്രസ്സിലേക്കാണ് വന്നിരിക്കുന്നത്. ആ നിങ്ങൾ ഇറങ്ങിക്കോ. ഓ എന്റെ കോസ്റ്റ്യൂം ഒക്കെ പോയി. എന്നാ ഒടുക്കത്തെ വെയിലാ. സാറേ ഡോറങ്ങ് അടച്ചേക്ക്. ഓ ഞാൻ പോയിട്ട് വരാം കേട്ടാ. ഡയറക്ടർ സാറേ, എക്സ്ക്യൂസ് മീ, എന്തോ? ഇതാണോ ആ ലൊക്കേഷൻ? ഇതാണ് ലൊക്കേഷൻ. ആ. പിന്നെ ഈ കഥയിൽ നിങ്ങളുടെ മോളായിട്ട് അഭിനയിക്കുന്ന ഇവരാണ്. മോനായിട്ട് അയാൾ. ഇവിടെ എന്റെ മോളാ. 2 കുട്ടികളുടെ തല്ലേ പോലല്ലോ. അയാളാണെങ്കിൽ പല്ല് പോയ കളവനെ പോലുണ്ട്. ഇതൊക്കെ എന്റെ മക്കളാ. സിനിമ എന്ന് വെച്ചാൽ വെറുതെ ആണോ? ഒന്ന് വെറുതെ ഇരിക്കടോ. എനിക്ക് ഹീറോയിന്റെ ഓഫറൊക്കെ വന്നിട്ടുള്ളതാ. തനിക്കറിയോ? വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ സിസ്റ്റർ ആക്കിയേക്കാം. എടോ പറഞ്ഞില്ലേ? എടാ അതൊക്കെ ഞാൻ തെളിച്ച് പറഞ്ഞു. ഇത്രയുള്ള കുഞ്ഞിന്റെ അമ്മയെന്ന് വിചാരിച്ചേ. ഇത് തള്ളച്ചേ പോലെ ഉണ്ടല്ലോ. അയ്യോ ഇതൊരു ഷോർട്ട് ഫിലിമാണ്. നിങ്ങളാണ് ഇതിനകത്ത് അമ്മ. ഫീച്ചർ ഫിലിമിൽ നിങ്ങളാണ് ഹീറോ. നീ ഒരു കൊച്ചു കുട്ടി. നന്ദി നന്ദി. അയ്യേ, ആ കഥയിൽ അയാളും നിങ്ങളും തമ്മിൽ വഴക്കാണ്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കില്ല. സോ ഫാമിലി സെന്റിമെന്റാ. അതെ അതെ. അല്ലെങ്കിലും കഥ എന്തെന്ന് അയാളുടെ അടുത്ത് പറഞ്ഞായിരുന്നോ? അതുകൊണ്ടായിരിക്കും കണ്ടപ്പോ മൂലം മിണ്ടാഞ്ഞത്. എന്നാലും വെറുതെ പറയല്ല, സൂപ്പർ പെർഫോമൻസ്. അതാണ് ഇറങ്ങിയത് ഓടിപ്പോയത്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. തന്നോട് ആരെങ്കിലും ചോദിച്ചോളൂ. ഇല്ലല്ലോ. ഈ പെണ്ണ് കുഴപ്പമില്ല, പക്ഷേ അവന് ജനങ്ങള് സമ്മതിക്കൂടോ? അതൊക്കെ അവരെ ഏറ്റെടുത്തോളൂ. ഓഹോ. എല്ലാരും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. ഞാൻ അകത്ത് പോയി വണ്ടി എടുത്തോണ്ട് വരാം. ഓക്കെ? എന്റെ ഡയലോഗ് നീ ഒന്നും മിണ്ടാതിരുന്നാ തന്നെ മതി. കൊള്ളാലോ ഡയലോഗ്. എനിക്ക് മാത്രം ഡയലോഗ് വന്നില്ലെങ്കിൽ തന്നെ കുഴിച്ചു മൂടി ഞാൻ. നീ ഒരു സോമസോൾട്ട് അടിച്ചടാ. സൂപ്പർ അടിപൊളി. ആ കോപ്പ് എന്ത് സോൾട്ടാടാ ഇത്? ചുമ്മാ എയറിൽ കറക്കി വിട്ട ഇഡ്ലി പോലെ അങ്ങനെ സൂപ്പർ ആയിട്ട് വീഴും. മാസ്റ്റർ അത് ഇഡ്ലി അല്ല ജെറ്റ്ലിയാ. എന്തുട്രാ ഡയലോഗ് അടിക്കണ്ടല്ലോ. പിന്നെ എങ്ങനെയാ മാസ്റ്റർ ചെയ്യേണ്ടത്? അങ്ങനെ വഴിക്ക് വാ. ഒന്ന് സോൾട്ട് അടിച്ച് അങ്ങനെ നിന്നാലേ മുമ്പിരിക്കുന്നവരുടെ ട്രൗസർ അഴിഞ്ഞു പോണം. അതെങ്ങനെ മാസ്റ്റർ അഴിഞ്ഞു പോകുന്നത്? ചോദ്യം ഞാൻ മാത്രമേ ചോദിക്കൂ, കാരണം ഞാനാണ് ബോസ്. നിന്റെ മൈൻഡ് വോയിസ് എന്റെ ബ്രെയിൻ വരെ കേട്ട് ഉണ്ടല്ലോ. ആരടോ താൻ? പ്രേതപ്പടം പറഞ്ഞ ആളാണല്ലോ. പാസ്വേഡ് പാസ്വേഡ് ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. എന്നിട്ട് ശവി ആലോചിക്കണേ. ഇപ്പൊ അവനല്ലേ പാസ്വേഡ്? അവൻ തന്നെയാണ്. ബ്രൂസ്ലി ഇവിടെ പറയൂ മാസ്റ്റർ. ഇങ്ങനെ വാൻ്റെ അടുത്ത്. ശരി മാസ്റ്റർ. ഓക്കെ, ലൊക്കേഷൻ കൊള്ളാലോ. അപ്പൊ നമുക്കൊരു സെൽഫി എടുക്കാം അല്ലേ? ഇപ്പൊ എടുത്തേ. ഗേറ്റ് തുറക്കടാ. ആരാടാ ഇവരൊക്കെ? അവൻ തന്നെ വരുന്നല്ലേ ബോസ് പറഞ്ഞേ. വണ്ടി നിർത്തടാ. പിടിക്കടാ അവനെ. കളിക്കണം. നിന്നെ ഇവിടെ കൊല്ലും ഞാൻ. അങ്ങോട്ട് നോക്കിയേ, വണ്ടി എടുക്കാൻ പോയ ഡയറക്ടറിന്റെ പുറത്ത് ഗണ്ണ് വെക്കുന്നത്. അല്ലാതെ പിന്നെ ബന്ന് വെക്കോ? അവൻ വില്ലനാ ചേച്ചി. വില്ലനാ? ഷൂട്ടിംഗ് തുടങ്ങിയില്ലേ? ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആയ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. പെട്ടെന്ന് റെഡി ആവണം.
അല്ല ഈ ക്യാമറ എന്തേ? ഏതോ ഹിഡൻ ക്യാമറ എന്നാ പറഞ്ഞത്. കിടന്ന് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ എങ്ങനാ? ഓ എങ്ങനെ ശരിയായോ എന്തോന്ന് അറിയത്തില്ല. ഓക്കെ ഓക്കെ റെഡിയായി ഞാന്. ആ ശരി, ലുക്ക് അങ്ങോട്ടാ നോക്കുന്നേ. എന്നെ നോക്കിക്കോളൂ. അതിലും ഭേദം ഞാൻ ചാകുന്നതാ. സത്യം പറയണ, നീ ആരും അയച്ചിട്ട് വന്നേ? വായ് പൊത്തി വെച്ചാ എങ്ങനെയാ പറയുന്നേ? എന്താ പറയണേ? എന്ത് വലിയ സംഭവമാണെന്നറിയോ? ഒറ്റയ്ക്ക് പോയാൽ എല്ലാരും പിടിക്കപ്പെടില്ലേ? അതിനാണ് ഞാൻ ഒരു ഫാമിലി ആയിട്ട് പോകാന്ന് വെച്ചത്. അവൻ എന്താ കൺഫ്യൂഷൻ ആക്കണുണ്ടല്ലേ? കൊഴപ്പില്ല. എടാ ഇതിനാണ് ഫാമിലി പ്ലാനിങ് എന്ന് പറയണേ. അതെ സാർ. ഞാൻ നിന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു കേട്ടാ. നിന്റെ ലിവർ ഭയങ്കര ബ്രൈറ്റാ. പുള്ളിക്കാരനെ വിടറാ. താങ്കൾ മോനോട്ടാ, നിന്റെ ലിവറിന് ഒരു 1000 സല്യൂട്ട് കേട്ടാ. ശരി, വഴി ബ്ലോക്ക് ചെയ്യണ്ട കേട്ടാ, മറിയുന്നു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലേ എന്റെ പേര് പറഞ്ഞാൽ മതി. ഇതാണ് വണ്ടി. ഓ ഞാൻ വിചാരിച്ച ക്യാരവൻ എങ്ങാനും ആയിരിക്കും വരുന്നതെന്ന്. അതോ വരണ വേഗം ബാഗ് എടുക്കണോ. പെണ്ണുങ്ങളുടെ കൂടെ പോയാലേ ബാഗ് പൊക്കണം. ടുഡേ ഈസ് സോ ഹോട്ട് നോ. ഇവിടെ അതിനെവിടെ റാറ്റിനം? യവനോട് പറഞ്ഞേക്ക് വെറുതെ കിടന്ന് ഡയലോഗ് അടിക്കരുതെന്ന്. ഞാൻ പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് ആർക്കും സഹിക്കാൻ പറ്റില്ല. വേഗം കേറാ, അകത്ത് വാ. കേറിക്കോ. എവിടെയാടാ? സർ എസി ഓൺ ആണോ? ഓ എസി ഇല്ലല്ലോ, ഇവിടെ ഇരിക്കത്തില്ല. ഇറങ്ങി പോവോടെ നീ. ഏയ് നിർത്താൻ! എടാ വണ്ടി നിർത്താൻ! എടാ തന്നോടാ പറഞ്ഞ വണ്ടി നിർത്താൻ! ഏയ് ഡയറക്ടർ സാറേ, ഡയലോഗും വല്ലതും ഇപ്പൊ പറഞ്ഞേക്കണേ. പെട്ടെന്ന് പറയാണെങ്കിൽ എനിക്ക് പാമട്ടിങ് ചെയ്തു തരണേ. എടാ നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വണ്ടി നിർത്താൻ! എന്തോന്നാ സാറേ ഇത്ര എന്തിനാ വേഗത്തിൽ ഓടിക്കുന്നേ? ഇവിടെ എങ്ങനെ ക്യാമറ വെച്ചിട്ടുണ്ടോ? എന്തോത്തിനാ വേഗത്തിൽ ഓടിക്കുന്നേ? ഹലോ, ഏയ് എടാ വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? അരികിലോട്ട് പോണല്ലോ വണ്ടി. ഏയ് എടാ നിന്നോടാ വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? എന്തോന്നാന്ന് നോക്കടാ. എടാ കഴിവറ മോനെ. എന്താടാ? ആരാടാ അയാള്? ഇയാളറിയില്ലേ? ഇയാളാണ് പോലീസ്. എനിക്കറിയാന്ന്. എന്തിനാണ് നമ്മുടെ വണ്ടി നിർത്തിയെന്ന്? ഷോർട്ട് ഫിലിമിന്റെ ഫസ്റ്റ് സീനാണ്. ഡയലോഗ് ശ്രദ്ധിക്ക്. ഓഹോ, പോലീസിനെ വെച്ച് ഓപ്പണിംഗ്. എന്നാ ശരി. നിനക്കൊന്നും തന്നാണല്ലോ മോത്ര ഷേപ്പ് മാറാൻ എന്തിനാ സാറേ? എനിക്ക് ഷുഗർ ഉണ്ട്, BP ഉണ്ട്, വിവാഹം കഴിച്ചു കൊടുക്കാൻ 3 പെൺകുട്ടികളുണ്ട്. 2 മാസത്തിനൊക്കെ ഞാൻ റിട്ടയർ ആകാൻ പോവാണ്. നിന്നോട് വണ്ടി നിർത്താൻ പറഞ്ഞ നീ എന്താ നിർത്താതെ പോയിക്കൊണ്ടിരിക്കണോ? അധിക പ്രസംഗി സമ്മതിക്കണം. ശരിക്കോളാം, പോലീസിനെ പോലെയാണ് അഭിനയിക്കുന്നത്. സിനിമ റിലീസ് ആയതിനു ശേഷം കണ്ടു നോക്ക്, നിങ്ങൾ ഒരുപാട് അങ്ങ് ഫേമസ് ആവും. നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന് അറിയോ? ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റിൽ പോകാൻ നോക്കാണോ നീ? അപ്പൊ ലെഫ്റ്റിൽ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാൽ അപകടം സംഭവിക്കില്ല. എവിടെ വണ്ടി സ്റ്റേഷനിൽ വിട്ടെ? സ്റ്റേഷനൊക്കെ വേണ്ട സാറേ. അവിടെ വലിയ 4 ടീമുണ്ട്. അവിടെ തീർക്കാൻ നോക്കണോ അതോ ഇവിടെ തീർക്കാൻ? ഇവിടെ തന്നെ എന്തെങ്കിലും ചെയ്താൽ മതി. എന്തോന്നാ അഭിനയിച്ച പേയ്മെന്റ് ഇപ്പോഴേ കൊടുക്കുന്നല്ല? ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് കൊടുക്കുന്നു. നിങ്ങളുടെ പേയ്മെന്റ് 10,000 അല്ലേ? പയ്യന് തരുമായിരിക്കും. എന്താന്ന്? എനിക്ക് 10,000 രൂപയാണ് പറഞ്ഞതെന്നാ. എന്നിട്ട് നീ അല്ലടാ കമ്മിറ്റി ചെയ്തത്. എന്നിട്ട് 5,000 മാത്രം എനിക്ക് തരത്തുള്ളൂ. ഞാൻ എന്താ ചെയ്യണമെന്നറിയോ? ഇലനാക്കി പട്ടിയുടെ കിരിനാക്കി പട്ടി, നാശം പിടിച്ചവൻ. ഇനി എന്റെ അടുത്ത് വന്നേക്ക്, ശരിയാക്കി തരാൻ ഞാൻ. എനിക്ക് പരിചയമില്ല, അതുകൊണ്ടാ കൈ പറയണേ. അതൊന്നും സാരില്ലെന്നേ, കയ്യിൽ വെച്ചോ. പിന്നെ റൂൾസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. എല്ലായിടത്തും സത്യസന്ധമായി ജീവിക്കണം കേട്ടോ. എന്നാ വേഗം വിട്ടോ. പോകുന്ന വഴിക്ക് ആരെങ്കിലും വണ്ടി നിർത്താലേ എന്റെ പേര് പറഞ്ഞാൽ. പിന്നെ ഒരു കാര്യം, ഇൻഡിക്കേറ്റർ കാര്യം നോക്കിക്കോളെ. അപ്പൊ കാണാം. അയാള് പോയി. മതി നെറ്റ് വേറെ കിട്ടുന്നില്ലല്ലോ. കുത്തിക്കൊണ്ടിരിക്കടാ. കമ്മീഷനെ നാശം. കൊച്ചിയിലേക്ക് 550 കിലോമീറ്ററോ? ഇവന് ഇരിപ്പുറക്കുന്നില്ലല്ലോ. ഓവർ ഷുഗർ ആണോ? നീ എങ്ങോട്ടായി പോകുന്നേ? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എടാ നീ അമ്പലത്തിലേക്കാണെന്നല്ലേ പറഞ്ഞേ? ഓഹോ, അടുത്ത ലൊക്കേഷൻ അമ്പലത്തിലാണോ? എന്റെ പൊന്ന് ചേച്ചി ഒന്ന് മിണ്ടായിരിക്കും. അതെ, താൻ എന്റെ അടുത്ത് മിണ്ടാൻ പാടില്ല. പിന്നെ എന്തിനാ എന്നോട് സംസാരിക്കുന്നേ? ഇത് കരറ്റാണ്. നിങ്ങളെ അല്ല ചേട്ടാ, ചേട്ടൻ ഞങ്ങളോട് പഴക്കല്ലേ, അപ്പം ഞങ്ങളോട് മിണ്ടാൻ പാടില്ലല്ലോ. ഡയറക്ടർ സാറേ, നമുക്കൊന്നൊരു 1 more പോയാലോ? എന്താടാ ഇവിടെ നടക്കുന്നേ? ഷൂട്ടിങ്. നമ്മൾ എങ്ങോട്ടാന്നൊന്ന് പറ. എറണാകുളത്തേക്ക് ഈ വണ്ടിയില്ല. എടോ താൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞത് മരക്കോന്താ. കൊച്ചിയിലേക്ക് പോകുന്നതിന് എന്നെ എന്തിനാടാ വിളിച്ചോണ്ട് വന്നത്? ഞാൻ അവിടെ എങ്ങനെ ഇറങ്ങുവല്ലായിരുന്നു. നിന്നെ ഞാൻ അമ്പലത്തേക്ക് കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്? പുറകിലേക്ക് നോക്ക്. എന്തോന്നാടാ ഇത്? ഇത് ഭഗവാൻ തന്നെയാണോ? എടാ ഇതെന്തോന്ന് ശില്പം? കണ്ട ഒരു കൊരങ്ങനെ പോലെ ഉണ്ടല്ലോ.
ഒരുപക്ഷെ ഇതൊരു പുതിയ തരം ദൈവമായിരിക്കും അല്ലേ? എടാ എന്താ? നമ്മുടെ ചെങ്കൽച്ചൂള പരമ്പുവേ പൈൻ്റ് അടിച്ചിട്ട് തലകുത്തിക്കുന്ന പോലെ ഉണ്ട്. തലകുത്തി നിന്ന് പ്രാർത്ഥിക്കണമായിരിക്കും. നോ നോ ഐ തിങ്ക് ദിസ് ഈസ് ബോധിധർമ്മന്റെ ശില്പ. ബോധിധർമ്മനോ? Yeah. ഇത് പാതിയല്ലേ ഉള്ളൂ. നീ ഒന്ന് പേടിപ്പിക്കാതെ കൊച്ചേ. എല്ലാരും കുറച്ചു നേരം ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് എല്ലാരും സമാധാനമായിട്ട് കേക്ക്. നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിനല്ല പോകുന്നത്. ഈ ശില്പം കടത്തിക്കൊണ്ട് എറണാകുളത്തേക്ക് പോവാണ്. ശില്പം കടത്തല് പണിയാ. എന്നെ കഥയിലെ നായികയാക്കാന്ന് പറഞ്ഞ് ഇപ്പൊ കള്ളക്കടത്തിലെ നായികയാക്കുവാണോടാ? പറട്ടെ എടാ പറട്ടെ തെണ്ടി. നീ എന്നെ കുടുക്കാൻ നോക്കുവാണല്ലോ. മര്യാദയ്ക്ക് ഞാൻ ഹീറോയിനല്ലേ അഭിനയിച്ചു കൊടുത്തപ്പോ അവൻ എന്നെ 10,000 രൂപ എന്ന് പറഞ്ഞ് 5,000 രൂപ എന്നത് ഇപ്പൊ ഈ പണിക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിന്നെ ഞാൻ വെറുതെ വിടൂലടാ തെണ്ടി. അതെ, എന്നെ കുറിച്ച് എനിക്ക് നല്ലോണം അറിയാം. ഒരുപാട് ചാണ കാണിക്കല്ലേ. നിന്റെ പേര് ജാൻസി എന്ന് വെച്ച് നീ ജാൻസി റാണി ഒന്നും ആവാൻ പോകുന്നില്ല. എടാ എന്നാലും എന്നോട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിവിടെ ശില്പം വെച്ചോണ്ടിരിക്കുവായിരുന്നു. വെറുതെ ഈ കൊള്ളക്കാരനെ കൂടെ ഉണ്ട്. കൊള്ളക്കാരിന്നാ ശബരിമലയ്ക്ക് മാറിയിട്ടുണ്ട്. നിന്നെ ഞാൻ വെറുതെ വിടുക. ഒന്നും മിണ്ടായിരിക്കും. ദേ നോക്കിയേ, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ പണി കിട്ടും. അതിന് അതുകൊണ്ടാണ് ഒരു കുടുംബത്തെ പോലെ പോവാന്ന് വെച്ചത്. അത് നിങ്ങളോട് പറയാത്തത് തെറ്റാണ്. പക്ഷെ ഈ വണ്ടി എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും. അതിനുശേഷം നിങ്ങളാരോ ഞാനാരോ അതിന്റെ ഉള്ളില് പോലീസ് എങ്ങാനും വന്ന് ഞങ്ങളെ പിടിച്ചാല് എല്ലാരും ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. പറഞ്ഞതുപോലെയാ. അവൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഐ മീൻ ഞാൻ പറയാൻ പോകുന്നത് പോലെ ചെയ്താൽ മതി. എല്ലാവർക്കും ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ 10,000 രൂപ തരാം. 10,000? എനിക്കിത് വളരെ കൂടുതലാണല്ലോ. എന്താ ചെയ്യാ? എടേ സമ്മതിക്കട്ടെ, ഒരു ദിവസം മുഴുവനും ഗ്ലിസറിനിട്ട് കരഞ്ഞാ പോലും ഇത്രയും കിട്ടത്തില്ല. ഒരുപാട് തല്ലിയതല്ലേ തരും. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ? വരില്ലെന്നേ. കൂടെ തന്നെ നീ ഉണ്ടല്ലോ. ഞാനൊക്കെ പറയുന്നു. ഓക്കേ ഓക്കേ. എടാ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവര് മുരുക, ഞാൻ നിന്നെ വിശ്വസിച്ചാ പോന്നെ. പണമല്ലേ വരുന്നത്, പിന്നെ എന്തിനു പഠിച്ച മോൻ കാണിക്കുന്നത്? ആ ഡയറക്ടറെ അല്ല ഡ്രൈവറെ നോക്കി വണ്ടി ഓടിക്കണം കേട്ടാ. ആരുടെ വണ്ടിയുടെ നടുക്കോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്? എടാ എനിക്ക് ഡസ്റ്റ് അലർജി. ചേട്ടനല്ലേ ഡ്രൈവർ പുലിയാന്ന് പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ലേ, പൊടി മൊത്തം നമ്മുടെ മൂക്കിലായി. Who are you? What are you? Where are you? Where are you? Who are you? നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല. എനിക്കും ഇംഗ്ലീഷ് അറിയില്ല. നമുക്ക് രണ്ടുപേർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള വിവരം ഇവന്മാർക്ക് അറിയാൻ പാടില്ല. ശരി ശരി. പാസ്വേഡ് കറക്റ്റ്. ചാവി കൊടു. ചാവി കൊടുക്കാൻ നീ എന്നെ കളിപ്പാട്ടോ. ഇത് ശരിക്കുള്ള തോക്കണം. എന്നെ കളിപ്പിക്കാ. ചാവി തരാനാ പറഞ്ഞ. എന്ത് പറഞ്ഞാലും തോക്കെടുക്കും. ഓൾറെഡി വാൻ ആര് കൊണ്ടുപോകണം അവൻ കൊണ്ടുപോയി. ആ വണ്ടി പാതി വഴി പോയിട്ടുണ്ടോ? ദൈവമേ, ആരുടെ വണ്ടി ഈ ഡീറ്റെയിൽ ഞാൻ അവനോട് ചോദിച്ചില്ല. അപ്പൊ ആരാണ് അവൻ? അത് നീയല്ലേ പറയട്ടെ. അയ്യോ അതെ, ഒരുത്തൻ ഗ്ലാമർ ആയിട്ട് വെള്ളയായിട്ട് കറുപ്പ് അല്ല കുടുംബത്തോടെ വന്നാറേ. ഇവരാണോ നോക്ക്. ഇത് ഇവര് തന്നെ. ഈ ഫോട്ടോ നിനക്ക് എങ്ങനെ കിട്ടിയത്? ഫേസ്ബുക്കിൽ നിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ നിന്ന് എടുത്തതാ. ഇപ്പൊ നിന്റെ പേര് എൻഡ് ലിസ്റ്റിൽ പോകും. വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ജീവൻ പോയില്ലേ? ഈ നാറ് എന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ട് അവന്മാരോട് കൂട്ടുകൂടാണോ? നിനക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടോ? എനിക്ക് മുറുക്കാക്കടയിൽ പോലും അക്കൗണ്ട് ഇല്ല. നീ ബോഡി ക്ലീൻ ചെയ്യേ. എന്തിനാണ് എന്നെ വെറുതെ ടെൻഷൻ പഠിപ്പിക്കുന്നത്? വാ പോകാം. വരുന്നേടാ. അന്വേഷിച്ചു വന്ന സ്ഥലത്ത് ഡെഡ് ബോഡി കാണേണ്ടി വന്നു. ബോസ് ഞങ്ങളും വരട്ടെ ബോസ്. ഞങ്ങളും വരട്ടെ ബോസ്. ഈ വണ്ടിയിലെ സ്ഥലമില്ല. അയ്യോ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ബോസ്. എടോ മൈലേജ് തരില്ലടോ. അല്ല അത് കുഴപ്പമില്ല ബോസ്. ഞങ്ങള് ഫുട്ബോളെങ്കിലും നിന്നിട്ട് വരാം. ഇവന്മാരെ കൊണ്ട് തോറ്റു സാറേ. അവര് നിന്നോണ്ടല്ലേ വരാൻ പോകുന്നത്. എന്നാ കേറാൻ പറയേ. വാ പോകാം. മണ്ണുത്തി ബൈപ്പാസില് നമ്മുടെ പിള്ളേർ ആരൊക്കെ ഉണ്ട്? നമ്മുടെ പൾസർ സുനിയുണ്ട്, പിന്നെ പരുന്ന് കാണാരനുണ്ട്, ഒറ്റക്കണ്ണൻ ശേഖരനുണ്ട്, അൽസർ രാമനും, പിന്നെ വെട്ടുകത്തി ശങ്കരനും ഉണ്ട്. ഇത്രയും പേരുണ്ട്. നീ ആ പൾസർ സുനിക്ക് ഒന്ന് ഫോൺ ചെയ്തേ. വീട്ടിൽ മുള്ളാനാണോ? എന്തിനാ? അതല്ലേ ഞാൻ പിന്നെ തരാന്ന് പറഞ്ഞത്. അവിടെ പോയി ഇരിക്കും. സഹിക്കാൻ പറ്റാത്തിട്ടാ പറയുന്നത് കേക്കണം. ഒന്ന് മനസ്സിലാക്കടാ. നിർത്തണ വണ്ടി. എടാ അവിടെ പോയി ഇരിക്കാനല്ലേ പറഞ്ഞത്. ചെല്ല്.
പറഞ്ഞതൊക്കെ തരും അവിടെ ചെന്നിരിക്കും. എന്റെ പൊന്നു ചേച്ചി ഒന്ന് മിണ്ടായിരിക്കാവോ? അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. എന്തോ നാടേ? ഞാൻ എന്തെങ്കിലും ചെയ്യാവുന്നേ. ഒന്നിനാ രണ്ടിനാ? ഓ ഇവരെ കൊണ്ട് അല്ല മൂന്നിനാ. ഓ, അയ്യോ, അയ്യോ. എന്തോ നാടേ ഇത്? അയ്യോ ബാമ്പാണോ വീണത്? ഒരു പൊതിയല്ലേ? എന്തോ നാടേ ഇത്? നല്ലൊരു പൊതിയാണല്ലോ. ഹേയ് വാട്ട് ഈസ് ദിസ് പൊതി? അതെ, മിച്ചറിന്റെ പൊതി. ഓ ഇനി എന്താണ് അടുത്ത? അപ്പൊ എന്താന്ന് നോക്കണം. എന്റെ ചേച്ചി, ഇത് കഞ്ചാവാണ്. എന്തോന്ന് കഞ്ചാവോ? എന്റെ ദൈവമേ. എടാ സുനി, ആ ഫാമിലി ഫോട്ടോ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ഔട്ടിങ്ങൾ എവിടെ കണ്ടാലും പിടിക്കണം. നീ മനസ്സിലാവുന്നുണ്ടോ? എടാ പണ്ടാരക്കാലം ശില്പം കടത്തണമെന്ന് പറഞ്ഞ് ഇപ്പൊ കഞ്ചാവ് നീ എടുത്തു വെച്ചിട്ടുണ്ടോ ഇതിനകത്ത്? എല്ലാരും ഒന്ന് കുറച്ചു നേരം മിണ്ടായിരിക്കുന്നുണ്ടോ? കുടുങ്ങിയല്ലേ ഇവന്റെ അടുത്ത്? കമ്പാർട്ട്മെന്റ് കമ്പാർട്ട്മെന്റ് കഞ്ചാവാണ്. എന്തോന്ന് കമ്പാർട്ട്മെന്റാ? ദൈവമേ, പോലീസ് പിടിച്ച് എത്ര ദിവസം വിടുവാടാ? ദിവസമോ? ജീവിതകാലം അച്ചച്ചോ, എന്റെ ദൈവമേ, ഈശ്വരന്മാരെ. ഹയറിൽ കാറ്റുള്ളത് കൊണ്ട് അത് മാത്രം വിട്ടു വെച്ചിരിക്കുക. എന്റെ അമ്മ സീറ്റിന്റെ ഉള്ളിലുണ്ടല്ലോ. എടേ, അഭിനയിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടത് ഇപ്പൊ എന്നാലും നീ ശരിക്കും ഇത്ര വലിയ കുടുങ്ങിയല്ലോടാ, ആളാണെന്ന് ഇനിയിപ്പോ എന്താ കണ്ടിട്ട് ചെയ്യാ? എല്ലാം ഒളിപ്പിച്ച് എടാ, വെക്ക്. നിന്നെയൊക്കെ എന്താ ചെയ്തത്? നിന്നെ ബോധമടിച്ച് ഒളിച്ചു പപ്പടം വെക്കാൻ പറഞ്ഞ എന്നെ എന്തിനാ വിളിച്ചു നോക്കുന്നത്? ഓ, എടാ, ഒരു തുണി ഉണ്ടെങ്കിൽ ഇങ്ങട് താടാ. താ, വേഗം താ, അത് അവര് നോക്കണ്. അയ്യോ, നല്ല കൊച്ച്. എന്നെയാണോ ബേബി എന്ന് വിളിച്ച് പറഞ്ഞത്? ഈ കയ്യിലുള്ള ബേബി. ഇത്രയും പ്രശ്നത്തിലിടയ്ക്ക് നിങ്ങളുടെ ഒരു പെർഫോമൻസ്. ഒന്നുമില്ലടാ മുത്തേ, നീ ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാന്നേ. ഇവിടെ ഒരു പ്രശ്നമില്ല, പേടിക്കണ്ടാ. കോൺസ്റ്റബിൾ ആ വണ്ടി സൈഡിലേക്ക് ഒതുക്കാൻ പറ. ആ വണ്ടി സൈഡ് നിർത്ത് ആ, പുറകിലുള്ള വണ്ടി പിടിച്ചോ. ആ അങ്ങോട്ട് സൈഡ് ആ എല്ലാരും കുറച്ചു നേരത്തേക്ക് ഒന്ന് മിണ്ടായിരിക്കണം. ഏയ് നിർത്തടാ. എന്തോടാ ഈ ഇടയ്ക്കോട്ട് കയറി വരുന്നത്? RC ബുക്ക് ഉണ്ടോടാ? ഉണ്ട് സാറേ. ലൈസൻസ് ഉണ്ട് സാറേ, ഇത് ഞാൻ എടുക്കാം. ആ, ഇത് സാറേ, എടുക്ക്, ഞാൻ എടുക്ക്, എടുത്തു തരാം. സാറേ, ഞാൻ എടുത്തു തരാന്ന്. എടുക്കടാ. ആ സാറേ, നമുക്ക് വന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആണ്. ആളെ കിട്ടി. അവരോട് വേഗം പിടിക്കാം. സാറേ, എന്നൊന്നും ചെയ്യല്ലേ. സാറേ, വേണ്ട സാറേ, തല്ലല്ലേ സാറേ. സാറേ, വേണ്ട സാറേ, വിട് സാറേ. സാറേ, വിട് സാറേ. ചെറിയൊരു പൊതി കിട്ടിയതിനാണ് അവനെ ഇത്ര പോതിര തല്ലുന്നത്. ഇത് എന്റെ കയ്യിൽ എന്തോന്നാ ഇരിക്കുന്നത്? തല്ലല്ലേ സാർ, തല്ലല്ലേ സാർ. സാറേ, ഇനി ഞാൻ ചെയ്യത്തില്ല സാർ. എന്റെ സാറേ ബൈക്ക് വന്ന് ഒരുത്തിനെ പിടിച്ചിട്ടുണ്ട്. ഒരു വണ്ടി പോലും വിടാതെ ഞങ്ങൾ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. എടോ ഗ്ലാസ് ഓപ്പൺ ചെയ്യേ. ആ പറഞ്ഞു സാറേ. എവിടുന്നാ വരുന്നേ? ഞങ്ങളൊരു ടൂർ കഴിഞ്ഞ് വരിക. എങ്ങോട്ടാ? മൂന്നാർ സാറേ. മൂന്നാറിനോ? വണ്ടിയിലുള്ളവരൊക്കെ എന്റെ ഫാമിലിയാണ് സാർ. എന്റെ ഫാമിലി. മൈക്ക് 2 ലൈനി വരൂ. കോൺസ്റ്റബിൾ വണ്ടി ചെക്ക് ചെയ്തേക്ക്. സാറ് പറഞ്ഞു കേട്ടില്ലേ? ഇറങ്ങിയ വെളിയിറങ്ങിക്ക. നമ്മളൊക്കെ ശരിക്കും കുടുങ്ങിയടി. ഗുഡ് മോർണിംഗ് സാർ. അവസാനത്തെ ഗുഡ് മോർണിംഗ്. മുരുകാ കാത്തോളേ. എന്തോന്ന്? ഓ ഇതാ, പേടി കൊണ്ട് വെക്കാൻ മറന്നുപോയി മോനെ. തയ്യാറാക്. എന്തിനാ നിങ്ങൾ നോക്കി കുറയ്ക്കുന്നത്? അത് നായോട് ചോദിച്ചാൽ അറിയാൻ പറ്റൂ സാറേ. ചിലപ്പം കുഞ്ഞിനെ കണ്ടിട്ടായിരിക്കും കുറയ്ക്കുന്നത്. പോവാൻ പറ സാറേ, കുഞ്ഞ് എണീക്കും. പോവാൻ പറ. കുട്ടിയെ നോക്കി നായ കുറയ്ക്കാറില്ല. കോൺസ്റ്റബിൾ ആ വണ്ടിക്കുള്ളിൽ എന്താണെന്ന് നോക്ക്. എന്റെ മുരുക എല്ലാം കുടുങ്ങിയോ? കോൺസ്റ്റബിൾ വേഗമാ, ഒരു വണ്ടി എടുക്കുന്നു. പിടിക്കാനേ പിടിക്കാം. അവനെ വിടരുത്, പിടിക്കാം. ആ പട്ടിയുടെ കയ്യിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ എന്റെ ദൈവമേ, എന്റെ ഒരു കാലം മുഴുവൻ അത് തിന്നേനെ. എടാ, വണ്ടി ഒന്ന് സൈഡാക്ക്. ഞാൻ താഴേക്ക് ഇറങ്ങി ഒരു കുഴി ഉണ്ടാക്കി അതിലോട്ട് കിടന്നോ. നമ്മളെ എല്ലാവർക്കും വേണ്ടി ഇവൻ ഒരു വലിയ കുഴിയല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എന്തോന്നൊരു കുഴി? ടോൾ ഗേറ്റ് ആണെന്നേ, ഒന്നും മിണ്ടാതിരിക്കി. എന്തോന്ന് കോൾഗേറ്റോ? ഈ സമയത്താണോടാ പല്ല് തേക്കുന്നത്? ഇത് ടോൾ ഗേറ്റ് ആണ്, കോൾ ഗേറ്റ് അല്ലടേ. ടോൾ ഗേറ്റോ? പേടി കാരണം ഏതൊക്കെ ഗേറ്റ് എവിടെയാ ഉള്ളത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കമ്പി പൊക്കി വേഗം വിടറേ വണ്ടി. ഇനി നീ ബ്രേക്ക് ചവിട്ടണമെങ്കിൽ എറണാകുളം ചെന്നിട്ട് ചവിട്ടിയാ മതി. അയ്യോ, എവിടെയൊക്കെ വിചാരിക്കുന്നു അവിടെയൊക്കെ വണ്ടി നിർത്തി എങ്ങനെയാണ് അവരെ പിടിക്കണേ? അയ്യോ. എന്തിനാടാ വണ്ടി നിർത്തിയത്? പാമ്പിന് പാല് കൊടുക്കണം ചേട്ടാ, അല്ലെങ്കിൽ ചത്ത അവന്റെ ഒരു
പാമ്പെന്ന് വിളിക്കലെന്ന് പറഞ്ഞല്ലേ? ബേബിന്ന് വിളിക്കടാ നാറി. സോറി ഏട്ടാ. ചെല്ല്, ബേബിക്ക് പാല് വാങ്ങിട്ട് വാ. ബോസ് ഞങ്ങൾക്കും പാലല്ലേ? ബേബിക്ക് മാത്രം പാല്, നിങ്ങൾക്കൊക്കെ ചായ. ഡീൽ? ഡീൽ ബോസ്. ആ അത് തന്നെ. ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ ബോസ്? ആരുടെ ഫോണാടാ അത്? എന്റെ അമ്മോ, എന്റെ ഫോണോ? എടാ അനിൽ മാമേ, ജോലി നോക്കുന്ന സമയത്ത് സെൽഫോൺ ഓൺ ചെയ്യാൻ പാടില്ലെന്ന് എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്? വന്നേ. എന്റെ ബോസ് എപ്പോഴും കട്ടയ്ക്ക് നിൽക്കും. ഇരിക്കും സാറേ, അവന് കസേര കിട്ടിയില്ല. ഹലോ. തത്സമയം നിങ്ങൾക്ക് ബാലൻസ് ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് ഈ കോൾ വിളിക്കാൻ സാധിക്കില്ല. അത് പിന്നെ ശരി ശരി ഓക്കെ. ഇതിന് സിഗ്നൽ കിട്ടുന്നില്ല. നിന്റെ ഫോൺ തന്നെ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. സാറേ ഓൺലി IC ആണ്. എന്ത്? ഇൻകമിംഗ് മാത്രമേ വരൂ. നിന്റെയോ? സാറേ എന്റെ അടുത്തുണ്ട്. ഇന്ന് നിങ്ങക്ക് ശമ്പളം ഇല്ല? ഇല്ലെങ്കിൽ ബണ്ടിൽ ബണ്ടിലായിട്ട് തരുമല്ലേ സാറേ. മിസ് കോള് മാത്രമേ ചെയ്യാൻ പറ്റൂ, അതിൽ അത്രേ കാശുള്ളൂ. ഓ ഇവന്മാരെല്ലാം കണക്കന്നെ. വണ്ടി ഒതുക്കി നിർത്ത്. ആ സൈഡിലോട്ട്. ആ ഫോൺ ചെയ്തല്ലോ. എടാ സുനി, പറയട്ടാ. അവന്മാരെ കിട്ടിയോടാ? ചേട്ടാ എന്നോട് ആക്ച്വലി ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ, ഞാൻ ഇനി എല്ലാം നോക്കിക്കോളാം. പോയി അവിടെ നോക്കടാ. ആ കുടുംബത്തിന് നീ വിടല്ലേ? അവന്മാരെ കിട്ടിക്കഴിഞ്ഞ ഉടനെ ഞാൻ ചേട്ടനെ വിളിക്കാം. എന്റെ ബേബിയുടെ സഹായം കൊണ്ട് അവന്മാരെ ഞാൻ ചമ്മന്തിയാക്കും. എന്തൊരു രസമല്ലേ ചായയുടെ കാര്യ. എടാ ആ ചായക്ക് കാശ് കൊടുത്തു. ഞാൻ ചായ ഒന്നും കുടിച്ചില്ലല്ലോ. ഞാനും. വാടേ ഒന്ന് പെട്ടെന്ന് വാടേ. കണ്ടില്ലേ 1/2 ലിറ്റർ അർണോൾഡ് കട്ടയ്ക്ക് നിൽക്കാന്നല്ലാതെ കട്ടൻ ചായ പോലും മേടിച്ചായിരുന്നു. വണ്ടി എടുക്കടാ. സ്റ്റാർട്ട് ആവുന്നില്ല. എന്താ പ്രശ്നം? ഇനി ഡീസൽ തീർന്നു. ഈ സ്ഥലത്ത് വന്നിട്ട് ഡീസൽ ഇല്ലാതെ എന്താ ചെയ്യാ? എടാ ഡീസൽ കൊടുക്കാൻ ഞാൻ നിനക്ക് കാശ് തന്നല്ല, അതിന് അടിച്ചു മാറ്റി. കാശ് അടിച്ചു മാറ്റിട്ട് ഡീസന്റ് ആയിട്ട് ഇനിയിപ്പോ സംസാരിക്കും. എന്താ നമ്മൾ ചെയ്യാ? ഒന്ന് പോടാ. പിന്നിൽ നിൽക്കുന്ന തടിയന്മാരുണ്ടല്ലോ, അവന്മാരോട് ഉന്താ പറയാ. നല്ലോണം തള്ളടാ, വേഗം തള്ളേ. ഒന്ന് ഉണ്ട്, വേഗം പെട്ടെന്ന് ഒന്ന് വേഗം വാ. അതന്നെ. ഞങ്ങള് കേറിയില്ല. വേഗം കേറ്. എന്തിനാണ് അവന്മാരെ വിളിക്കുന്നേ? പിന്നെ വണ്ടി ഇന്ന് തള്ളണ്ടേ? അത് നല്ലതാ. ഏടാ വണ്ടിയെട്. ഒറ്റടിയിട്ട് വേണ്ട. എന്തിനാടാ വണ്ടി സൈഡാക്കുന്നത്? എന്തോ നാടേ വണ്ടി നിർത്തിയല്ല. എടാ വിനോദ്, നിനക്ക് മൂത്രം ഒഴിക്കണോ? ഒഴിക്കണോടാ? വിനോദ്, what happens here? എന്തുവാടാ നീ കാണിക്കുന്നത്? I'm asking you, no? എടി ആദ്യം നിന്റെ ഇംഗ്ലീഷ് ഒന്ന് നിർത്ത്. ആദ്യം നിന്റെ വായ അടക്കണം. മനുഷ്യർ വട്ടാക്കാം. എന്താടാ പറ്റിയത്? വണ്ടിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്നറിയില്ല. ചെക്ക് പോസ്റ്റ് ആണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. അതുവരെ എല്ലാരും ഇവിടെ തന്നെ ഇരിക്കണേ, ആരും ഇറങ്ങണ്ട. ഇവൻ എന്തോ നീ പറയുന്നത്? വിനോദ പറഞ്ഞിട്ട് പോ. എടേ അവനല്ലേ പറഞ്ഞ നോക്കിട്ട് വരാന്ന്. ഞാൻ പറയണത് പോലെ അവൻ അനുസരിക്കുവോ? നീ ഒന്ന് അടങ്ങ്. കണ്ണടി തുറക്കടാ. പുറകിലത്തെ ഇറക്ക്. അല്ല പോട്ടെ. വിട്ടുപോ. എന്തെങ്കിലും പ്രശ്നമാണോ? മൊത്തം പ്രശ്നമാണെന്നാ തോന്നുന്നു. ദോ അവൻ ഓടി വരുന്നുണ്ട്. ഇതെപ്പോഴാ സംഭവിച്ചത്? എന്തോന്ന് സംഭവം? നിങ്ങളുടെ ഫോട്ടോ അവിടെ കാണിച്ചോണ്ടിരിക്കുക. എന്റെ ഫോട്ടോ ഞാൻ നന്നായിട്ടുണ്ട് അതില്. അതാണോ ഇപ്പൊ കാര്യം?
നിങ്ങളുടെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചോണ്ടിരിക്കുക. എന്ത് അന്വേഷിക്കുന്നെന്നാ? എടേ, എന്തോന്നാണ് ഈ കേൾക്കുന്നത്? ഇവരുടെ ഫോട്ടോ എങ്ങനെ അവർക്ക് കിട്ടിയത്? നിന്റെ ഫോട്ടോയും ഉണ്ട്. എന്താ എന്റെ ഫോട്ടോയോ? ഇയാളുടെ ഫോട്ടോയോ? ഒരു മിനിറ്റ് നോക്കി. എന്റെ പൊന്നു കഴിഞ്ഞ ആഴ്ച ഞാനൊരു പരസ്യത്തിൽ അഭിനയിച്ചായിരുന്നു. ചിലപ്പോ ആ ഞങ്ങളെ ഫോട്ടോ കാത്തോണ്ടേ. ആയിരിക്കും. ഓ, എന്നാ ഈ ഫോട്ടോ ചെയ്യാനാ? ആണെന്ന് നോക്കിയേ. ഏ? ഫോട്ടോ എങ്ങനെ അവർക്ക് കിട്ടി? അതല്ലേ? ഇഷ്ടമല്ലല്ലോ, ഞാനാണ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തത്. 400 ലൈക്കാ വീടിരിക്കുന്നത്. അതെയോ? ആദ്യം നിന്റെ ശവത്തിന് ഏ, ലൈക്ക് തുടങ്ങി, കൊടുക്കണം. വീണ്ടും മനുഷ്യനെ ഇരിക്കുന്നുണ്ടോ? കാണിച്ച് തരാൻ എടാ, ദുഷ്ട. ഓ, നിർത്താനല്ലേ പറഞ്ഞേ? അവിടെ നിൽക്കുന്ന വണ്ടി നോക്കടാ. പോയി ചെന്ന് നോക്ക്. പോ, 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 പോ. വേഗം നടന്നു വാ, വേഗം വാ. സൈഡ് ചേർത്ത് അവിടെ തന്നെ നിൽക്കാണ്. ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്ത് ചെയ്യാൻ? എടേ, ദേ അവന്മാര് ഇങ്ങോട്ട് വരുന്നു. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്തോന്ന് ചെയ്യും? എടാ വിനോദേ, എടാ വിനോദം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. യവന്മാരിന്ന് പൊക്കിയിട്ടേ ഉള്ളു. എന്താടാ നിന്നവൻ നേരെ നമ്മുടെ അടുത്തേക്ക് വരുന്നത്? നമ്മുടെ ചേട്ടൻ അവിടെ തന്നെ നിൽക്കുക. നമുക്ക് എവിടെങ്കിലും ഒന്ന് മുങ്ങിയാലാ? അവൻ നമ്മുടെ അടുത്തേക്കാ വരണവൻ. എന്താ വേഗമായിട്ട് വരുന്നുണ്ടല്ലോ. നമ്മുടെ കത്തിയുണ്ടല്ലോ. അവന്മാർക്ക് നേരത്തെ സ്പീഡ് കൂടിയല്ലോടാ. ഞാനാടാ നാഗവല്ലി, ഞാനാടാ നാഗവല്ലി. അയ്യോ, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തു. നൊന്ത് പ്രസവിച്ച അമ്മയെ തള്ളി പറഞ്ഞു. അതിന് ഞാൻ ഒരുപാട് പേരുടെ തല്ല് മേടിച്ചു. ഇപ്പോഴും കിട്ടി തല്ല്. സാമിയേ, അയ്യപ്പോ, അയ്യപ്പോ, സാമിയേ, ദൈവവിജയകം സാമിക്കേ, കർപ്പൂരദീപം സാമിക്കേ. ക്ഷമിക്കൂ. പിന്നെ ഞാൻ ദുർഗാ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവാണ് സാർ. ലേറ്റായി. ഞങ്ങളെ പൊക്കോട്ടെ സാർ. മെന്റൽ ഹോസ്പിറ്റൽ സാർ. അതെ സാർ. വണ്ടി വിട്ടോടാ, നമ്മള് രക്ഷപ്പെടാം. മൃഗാനി അടുത്തത് പോലീസുകാരാണോ? നിർത്ത് 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 നിർത്ത്. പോട്ടെ പോട്ടെ പോട്ടെ. ഇങ്ങനത്തെ കോലാക്കി കളഞ്ഞല്ലോ. ഹീറോയിനായിട്ട് അഭിനയിക്കുന്നവളെ ഇങ്ങനെ നാഗവല്ലിയാക്കി മാറ്റിയല്ലോടാ പന്നികളെ. എന്താ ചെയ്യാ? ഞാൻ നിന്നെയൊക്കെ ശരിയാക്കി തരാടാ ഞാൻ. ഞങ്ങളെക്കാട്ടൊക്കെ സൂപ്പർ നിങ്ങളാട്ടോ. നിന്നെ വേണം തല്ലി ശരിയാക്കാനായിട്ട്. ഓ, ഇനി ഇവരെ കൊണ്ട് ഇനി ഇവരെ എങ്ങനെയൊക്കെയാണ് സഹിക്കേണ്ടത്? എന്തിനാണ് വണ്ടി നിർത്തിയത്? Why stopping, yeah? എന്തിനാണ് വണ്ടി നിർത്തിയേ? ഹാ, ഞാൻ എവിടെയാ നിർത്തിയത്? വണ്ടി റിപ്പയർ ആയെന്നാ തോന്നുന്നു. ഒന്ന് ഇറങ്ങി തള്ളിക്കേ. എന്താണ് ഇറങ്ങി തള്ളാണ്? നിന്നെ വേണം ആദ്യം. അല്ല, ഈ ഞാൻ ചേച്ചി വണ്ടി തള്ളാനായിട്ട്. ചേച്ചി നിൽക്ക്. ഇതിനെ ശരിയാക്കി തരുന്നുള്ളൂ ഞാൻ. നിൽക്കാനേ. എനിക്ക് പറ്റത്തില്ല. ഓ, ഞാൻ വരുന്നില്ല. ഇവൻ പറഞ്ഞ കൂടെ ഞാൻ ഇങ്ങനെ തന്നെ പോവാൻ പോവാണ്. തിരിച്ചു പോയി ഇനി പറ്റുള്ളൂ. പോടാ. നിന്നെ കൂടെ ഞാൻ പറഞ്ഞില്ല. എന്റെ ഭാ ചേച്ചി, അമ്മേ, ആരാടാ നിന്റെ അമ്മ? എക്സ്ട്രാ പേയ്മെന്റ് മേടിച്ചു എന്ത് പേയ്മെന്റ്? നിന്നെ ഞാൻ അടിച്ചു കൊല്ലും. ഈ സ്ഥലം ശരിയല്ല. ഇനി പറ്റൂല. തനിക്ക് മൂന്ന് പെണ്ണുങ്ങളെ കിട്ടിയ rape ഏ? ചെയ്യും. നിങ്ങളുടെ വേപ്പാ. ഒടുക്കത്തെ ഭംഗി. എന്റെ ഞാൻ അമ്മച്ചിയെ. സത്യം ചേച്ചി പറയുന്നേ. ചേച്ചി, you don't worry, ചേച്ചി. വാ, ഞാനുണ്ട്, പോവാം. Come on, ചേച്ചി. എടി നിന്റെ ഇംഗ്ലീഷ് ഒന്ന് നിർത്ത്. എന്റെ ചേച്ചി ഒന്ന് വന്നേ. അയ്യോ, അവനെയും വിടാൻ പറ്റുന്നില്ല, ഇവന്മാരെയും വിടാൻ പറ്റുന്നില്ല. ചേച്ചി, നമുക്ക് പോവാം. എടാ, പോടാ, കൊരങ്ങ. എടി, വേപ്പ് ചെയ്യുന്നല്ല ചെയ്യില്ല, പറയുന്നത്. ചേച്ചി. നിങ്ങൾ എവിടെയും പോയി ചാവ്.
എന്തുവാടാ ഇത്? എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് എന്റെ വയറ്റി നിരച്ചു വരുന്നുണ്ട്. എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എടാ ദുഷ്ട. ഒന്നും മിണ്ടാതിരിക്കും. എടാ ചേച്ചി ഒന്ന് വിളിച്ചോണ്ട് വാ. വാടി, നമുക്ക് പോവാം. എടീ, സോപ്പെന്ന് പറ അവരോട്. അപ്പ അവര് വണ്ടി നിർത്തും. എന്തോന്ന് നോക്കാതെ പോണവരോട് സോപ്പെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? നീ ഇങ്ങ വന്നേ. അഭിനയിക്കാൻ വന്നാ നമ്മളെ ഇങ്ങനെ നടുറോട്ടിൽ നടക്കാൻ വെച്ചല്ലേ ഇവന്മാര് കള്ള പന്നികള്. അതല്ല, എന്റെ ആക്സിഡന്റ് കൂടി പോയാ അറിയില്ല. അവൻ പറഞ്ഞതനുസരിച്ചാ മതിയായിരുന്നു. കൂടുതൽ പണവും കിട്ടിയാന്. മര്യാദയ്ക്ക് അത് മേടിച്ച് പോക്കറ്റിൽ ഇട്ടോണ്ട് കൂടെ യാത്രയും ചെയ്യായിരുന്നു. എന്റെ അച്ചോ, ഈ വെയില് തല പൊളിക്കുന്നല്ല. എടി, പിന്നെ അവൻ വേപ്പിനെ കുറിച്ച് പറഞ്ഞല്ല. ഞാനേ ചൈന പഴത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തോടെ വന്ന് പട്ടി കടിക്കുന്ന പോലെ കടിക്കുന്നേ. അവന്മാര് നമ്മൾ തിരിച്ചു വിളിച്ചു അടി. ഓ, ഇത് നമ്മുടെ ആൾക്കാരാ. ഓ, നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കും. നല്ല ആൾക്കാര്. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതേത് പെണ്ണ് പുതിയതായിട്ടുണ്ടല്ലേ? എന്തോ നാടേ ഇത്? മെഗാ സീരിയലിൽ കാണിക്കുന്ന പെണ്ണുങ്ങളെ പോലെ ഈ പൊതിക്കെട്ട് വെച്ചോണ്ട് നല്ല ബേബി ബേബി തോന്നുന്നു. മോളെ, കുഞ്ഞെ, നിങ്ങള് ബേബി ഇട്ടിട്ട് എങ്ങോട്ടാണ് പോയത്? ബേബി ഒരുങ്ങിപ്പോയി. ഞങ്ങള് ഒന്നിന് പോയി. എനിക്ക് ബേബിയുടെ ഫേസ് കാണണോ? ഈ ബേബിക്ക് ഒരു കിസ് ചെയ്യണം. ഇല്ല ഇല്ല, ബേബി ഒരുങ്ങണേ. അതിലൊന്നും കുറെ നേരം ബെക്കാരിഷിട്ട് തുറന്നു വെക്കാറില്ല. വേഗം കയറി പോവാം. എന്തോന്നാടി ഇനിയും വലിയൊരു കുടിക്കലാണോ പോകുന്നറിയില്ല. അയ്യോ, ഈ പൊതിക്കെട്ടും കൊണ്ട് അതെ വരണ ബേബി. എന്താണ് വളരൊക്കെ ഉള്ളേ? ബേബിയെ സൂക്ഷിക്കു കേട്ടോ. നിങ്ങളൊക്കെ എവിടെ പോയിട്ട് വരിക? അമ്പലത്തില്. ടൂറ് പോലെ ഒരു അമ്പലത്തിൽ പോയിട്ട് അതെ അതെ അതെ. ശരി, ആ പുറകെ ഇരിക്കുന്ന ആരാ? അത് എന്റെ മോൻ തന്നെ. ഇതെന്റെ മോള്. അപ്പൊ ബേബി ബേബി എന്നതാണ്? ശരി. ഹായ് ഡാർലിംഗ്, നിങ്ങളുടെ ബേബിക്ക് എന്ത് പേര് വെച്ചു? എന്റെ കഞ്ചാണോ? ചുമപ്പ്. എന്ത് ചുമപ്പ് പേരാണോ? കഞ്ചൻ കറുപ്പനുള്ളപ്പോ കഞ്ചൻ ചുവപ്പനുണ്ടാവാലോ. Nice name. Nice, nice. ചുവപ്പ് കുട്ടി. കൊള്ളാം ശരി, കേട്ടോ. ആ കറുത്ത കൂട്ടിട്ടിരിക്കുന്ന ആരാ? അവനൊരു മാമൻ. ആരുടെ മാമൻ? എല്ലാവർക്കും തന്നെ. എന്തോന്ന്? അത് മറ്റൊന്നുമല്ല, കൊച്ചുനാള് മുതലേ എല്ലാവരും എന്നെ മാമാന്ന് വിളിക്കുക. അതുകൊണ്ടാ ഇവരൊക്കെ സ്നേഹത്തോടെ എന്നെ മാമാന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെയാണ്? അത് എപ്പോഴേ പോയി. ഓ ഡാർലിംഗ്, നിന്റെ ഹസ്ബൻഡ് ചത്തു. അതെ അതെ. അല്ലല്ല, ഉണ്ട്. ദുബായിലുണ്ട്. ദുബായിലോ? അതെ അതെ, ദുബായില്. ബേബി വന്നപ്പോഴേക്കും പോയി. Nice joke. ദുബായിലാരെന്ന് പറഞ്ഞില്ലല്ലോ. ഓ, ഇയാളെ കൊണ്ട് തോറ്റു. ആവശ്യമില്ലാത്ത മാത്രമേ ചോദിക്കൂ. ബേബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിലും വെള്ളമുണ്ടോ? ആ സീറ്റിന്റെ പുറകിലുണ്ട്. വെള്ളത്തിൽ നോക്കി കരയില്ല. ഉറങ്ങിക്കോ. സാറിന്റെ ജോലി എന്തുവാ? NIV ഡിപ്പാർട്ട്മെന്റിലാ. എന്ന് വെച്ചാ എന്താ നാർക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെന്റ്, എന്ന് വെച്ചാ ആന്റി ഡ്രഗ് ഡിപ്പാർട്ട്മെന്റ്. അയ്യോ, എന്ത് പറ്റി നിങ്ങൾക്ക്? വീട്ടിലെടുക്കണോ? നോക്കട്ടെ, വെള്ളം ഇവിടെ കാണും കേട്ടോ. എന്താ വെള്ളം ഇല്ല, കുടിക്ക്, വേഗം കുടിക്കൂ. ഒന്നുമില്ല, ചുമ്മാ വെറുതെ. മതിയോ? എനിക്ക് എന്നാ നിങ്ങൾക്ക് വേണോ? എന്നാ ഈ ബേബി ഒന്ന് പിടിക്കുവാടി. എനിക്ക് ബേബിയെ തറൂന്നാണോ? അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മടിയിൽ വെക്കും. ഞാൻ നിന്റെ അടുത്ത് ദേഷ്യമാണ്. എനിക്ക് നീ ബേബിയെ കൂടി തറണില്ല. അതാണ്. എന്താണ് അങ്ങനെ? എടോ, വെള്ളം താഴെ ഇടാതെ കുടിക്കടോ മനുഷ്യ. ഭാഗ്യം, ഞാൻ മൂത്രമൊഴിച്ചത് ഇവന്മാര് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. എന്റെ നോൻപ് മൊത്തം തെറ്റുവോ? ഇവരെന്തായി കാണിക്കുന്നത്? കർത്താവേ, എന്നെ രക്ഷിക്കണമേ.
എന്റെ മുരുക, ഞാൻ ഇത്രയും കാലം നോറ്റ നോമ്പൊക്കെ വെറുതെ ആവോ? ഞാനിനി എന്താ ചെയ്യാ? ഇവരുടെ വണ്ടി കേറണ്ടായിരുന്നു. തലയിലെടുത്ത്. മുരുക, നിന്റെ ഈ ഭക്തന്റെ അവസ്ഥ കണ്ടോ? എനിക്ക് പറ്റുന്നില്ല. ഇവൻ ഒരു വണ്ടിയും സെറ്റ് ആവുന്നില്ലല്ലോ. വണ്ടി ഒന്ന് നിർത്താമോ പ്ലീസ്? ദയവ് ചെയ്ത് വണ്ടി ഒന്ന് നിർത്തൂ. അർജന്റാ, മാറി നിക്ക്. ഒന്ന് പോയേ. എന്റെ മുരുക, നീ എന്നെ രക്ഷിച്ചു. ഭാഗ്യം, ഇതൊരു അമ്പലം തന്നെയാ. ഭഗവാനെ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്രയും അടുത്തായിട്ട് ഒരു പെണ്ണ് വന്നിരിക്കുന്നത്. ഞാൻ എങ്ങനെയാ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്ത് നോയമ്പ് നോറ്റാലും ഇങ്ങനത്തെ സാഹചര്യങ്ങൾക്ക് വരുമ്പോ ഞാൻ എന്താ ചെയ്യാ? പക്ഷെ നീ പരമസത്യാണ്. എന്നെ മാല ഇടിപ്പിച്ചത് നീ തന്നെയാണ്. ഇപ്പൊ മാല ഊരാൻ പ്രേരിപ്പിക്കുന്നത് നീ തന്നെയാണ്. മുരുക, എന്നോട് ക്ഷമിക്കണേ. ഇവിടെ എന്തെടുക്കുക? കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതൊക്കെ ഇപ്പൊ ആവശ്യമുണ്ടോ? എനിക്കിത് പ്രധാനം തന്നെയാ. എടാ, ആരുടെ അടുത്താ നമ്മൾ കുടുങ്ങിയത് നിനക്കറിയോ? ആരുടെ അടുത്താ? നമ്മളാടാ പൊളി ഫാമിലി. ആ വണ്ടിയിലിരിക്കുന്ന പോലീസ് ഫാമിലിയാടാ. പോലീസോ? അതേടാ, അയാള് നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെന്റ്. മയക്കുമരുന്നോ? അയാളുടെ കയ്യില് തോക്കൊക്കെ ഉണ്ടാളിയാ. ഇടതുവശത്ത് ഒരു മെക്കാനിക് ഷെഡ് ഉണ്ട്, അവിടെ നിർത്തിയേക്ക്. ഇവിടെ തന്നെ നിർത്ത്. ആരാ സാറേ നിങ്ങൾക്ക് എന്താ വേണ്ടത്? വണ്ടി റിപ്പയർ ആയി, റെഡിയാക്കണായിരുന്നു. ഇന്ന് ഞായറാഴ്ചയല്ലേ, മെക്കാനിക് ആരും കാണില്ല. നിങ്ങൾ പോയിട്ട് നാളെ വരൂ. നാളെ ഇപ്പൊ എങ്ങനെയാ? ഇന്ന് തന്നെ ഒന്ന് ശരിയാക്കി തരുമോ പ്ലീസ്? ആരാണോ? എന്താ കാര്യം? ഒന്നുമില്ല, വണ്ടി റിപ്പയർ ആയി, അതിന് റെഡിയാക്കണായിരുന്നു, അതുകൊണ്ടാ. അതിനിപ്പോ വണ്ടി ശരിയാക്കാൻ ആരും ഇവിടെ ഇല്ലല്ലോ. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഹാഫ് ഡേ വർക്ക് ചെയ്യുള്ളൂ. എന്റെ അമ്മയ്ക്ക് ഒട്ടും വയ്യ സാറേ, അർജന്റായിട്ട് വീട്ടിലേക്ക് പോകാനുണ്ട്, അതുകൊണ്ടാ. ഇതൊരു ശല്യായല്ലോ. നീ ആ മെക്കാനിക് ഒന്ന് വിളിച്ചേ. ബെല്ലടിക്കുന്നുണ്ട്, ചേട്ടാ സംസാരിക്കുക. ഹലോ, പറഞ്ഞേട്ടാ. നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങൾ ഇപ്പഴാ കഴിക്കാൻ പോകുന്നത്. തൽക്കാലം നിങ്ങൾ എല്ലാവരും ഒന്നും വേണ്ട നിൽക്കേ, രാത്രി നമുക്ക് ആവാം. ചേട്ടാ, ഒരു ടെമ്പോ ട്രാവലർ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. വളരെ അർജന്റാണത്തെ. ആണോ? നിങ്ങൾ വന്ന ഒരു കോൾ അടിക്കും, വരില്ലേ? അർജന്റാന്ന് പറഞ്ഞില്ലേ? വരാം. എന്നാ പെട്ടെന്ന് ഇതൊക്കെ എടുത്തു പോയി, നമുക്ക് വൈകിട്ട് ഒന്ന് കഴിക്കാം. പിടി. അവന്മാര് വന്നോണ്ടിരിക്കാന്, വണ്ടി പെട്ടെന്ന് ശരിയാക്കും. രാവിലെ വന്ന് എടുത്തോളൂ. നന്ദിയുണ്ട് കേട്ടോ. ശരി, കാണാം. എടാ, റിപ്പയർ ചെയ്തും പെട്ടെന്ന് പോവാൻ നോക്കണേ. അവരെന്താ പറഞ്ഞേ? മെക്കാനിക്ക് ഇവിടെ ഇല്ലെന്ന്, നാളെ രാവിലെ ശരിയാകത്തുള്ളൂ. ഇനി എങ്ങനെയാടാ? എന്താ സാറേ? എന്താ മോനെ, എന്തായി? അത് പിന്നെ മെക്കാനിക്ക് പുറത്തു പോയിരിക്കാം, നാളെ രാവിലെ ശരിയാകത്തുള്ളൂ. ഒരു ദിവസം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് അതെ സാറേ, ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ പോകണം. ഇവിടെ അടുത്തൊരു താമയുണ്ടല്ലോ, ഞങ്ങൾ അവിടെ താമസിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് അവിടെ താമസിക്കാമല്ലോ. അതിന്റെ ആവശ്യമില്ല സാറേ, ഞങ്ങൾ പിക്നിക്കിന് വന്നതല്ലേ, നിങ്ങൾ എൻജോയ് ചെയ്യും. ഞങ്ങൾ പൊക്കോ സാറേ, ഞങ്ങൾ നോക്കിക്കോളാം. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. വേറെ ലേഡീസും ഉണ്ട്. ഈ ഏരിയ എനിക്ക് നന്നായിട്ട് അറിയാമോ. വാ, നമുക്ക് ഡാബയിൽ തങ്ങിയിട്ട് ഇവിടെ രാവിലെ വരാം. അല്ല സാർ, ഞങ്ങൾ 3 ആണുങ്ങളുണ്ട്, ഞങ്ങൾ നോക്കിക്കോളാം. ശരി, ഞാനപ്പോ കമ്പൽ ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ പോവാ. ശരി, ഈ ബേബിയെ നോക്കിയിട്ടില്ല, കാണണു, കിഷ് ചെയ്യണു, നോക്കിയിട്ട് നമുക്ക് പോണു. നോക്കൂ, എനിക്ക് വേണ്ട ബേബി ഉറങ്ങാണ്. നിങ്ങളുടെ അമ്മനെ വിളിക്കൂ, ഒന്ന് വിളിക്കൂ. ഇല്ല, തരാൻ പറ്റില്ല. അല്ല, കുഞ്ഞു ഉറങ്ങുവാ. വേണ്ട, അതിന് മേടിക്കരുത്. ഇല്ല, എന്റെ കുഞ്ഞിനെ ഞാൻ തരാൻ പറ്റത്തില്ല, ഞാൻ തരില്ല.
അത് സാരമില്ല സാരമില്ല. ഒന്നുമില്ല ഡോണ്ട് വറി കൂൾ ഡൗൺ. ഇരിക്കും എന്താണ് ഇത്? എനിക്ക് ഞാൻ പറയാം സർ, എന്റെ അമ്മ കുറച്ച് മാനസികമായി പ്രശ്നമുള്ള ആളാ. അതെ അതെ സാർ. അമ്മയുടെ അവസാനത്തെ കുട്ടി ജനിച്ചപ്പോ തന്നെ മരിച്ചുപോയി. അപ്പൊ തൊട്ട് ഇങ്ങനെയായി. അമ്മയ്ക്ക് മരിച്ച കുഞ്ഞിന്റെ ഓർമ്മ വരുമ്പോഴെല്ലാം ഒരു പാവ എടുത്ത് കൈ വെച്ച് കൊഞ്ചാണ് പതിവ്. അത് കണ്ടോ സാറേ, കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് അന്വേഷിക്കുക. പക്ഷെ ഞങ്ങള് ടൂറിന് വന്നപ്പോ പാവ എടുത്തോണ്ട് വരാൻ മറന്നുപോയി. കുഞ്ഞിന്റെ ഓർമ്മ വന്നാലോ എന്ന് കരുതിയാ കുറച്ച് ഉണക്കയില എടുത്ത് തുണിയിൽ കെട്ടിക്കൊടുത്തത്. അതാണ് സാറേ ഇത്. ഇവള് ഡാൻസ് കളിക്കാൻ പോകുന്നത് നിർത്തിയിട്ട് അഭിനയിക്കാൻ പോയാലേ നല്ല കാശാ. ഞാൻ പറഞ്ഞത് ശരിയല്ല. അതൊന്നുമില്ല, ഡോണ്ട് വറി. അതൊരു പച്ചേര കെട്ടാണ്, അത്രേ ഉള്ളൂ. ഡോണ്ട് വറി ഡാർലിംഗ്, ജസ്റ്റ് റിലാക്സ്. കൂൾ ഇറ്റ്. ഓക്കേ, കൂൾ. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എല്ലാവരും റിലാക്സ് ആവുന്നതാണ്. ഇതൊരു നേരെ സമയമില്ലേ ഈ സാഹചര്യത്തില് നിങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ല. വണ്ടി കയറ്. അല്ല സർ, നാളെ കാലത്ത് ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. വരൂ മമ്മി, പോകാം. ചേച്ചി ഓവറാക്ടിങ് വേണ്ട, ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു, അല്ലെങ്കിൽ കുടുങ്ങി. എടി പേടിച്ചിട്ട് എന്താ പറയണെന്ന് പോലും അറിയില്ല. ഞാൻ പോയാ കേട്ടടി. വരൂ മമ്മി, പോകാം. എന്തുവാടാ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ലെന്നേ. എന്തോന്ന് ഒന്നുമില്ലെന്നോ? അല്ലല്ലോ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പറയടാ. വണ്ടി മെക്കാനിക് ഷെഡിൽ നിന്ന് എടുക്കണം. പിന്നെ ഈ ഫാമിലി എടുത്തുനിന്ന് നമ്മൾ എങ്ങനെ എസ്കേപ്പ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടാ ആലോചിച്ചിരുന്നു. എടാ, വണ്ടിയുടെ ഒരു പ്രോബ്ലം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വണ്ടി മുഴുവൻ പ്രോബ്ലമാ. എന്നിട്ടും ഞാൻ നിന്റെ കൂടെ ട്രാവൽ ചെയ്യുക. എന്റെ അടുത്ത് ഒളിക്കാതാടാ, പറയടാ. എന്റെ ആളെ കുറിച്ച് ആലോചിച്ചു. കാരണം അത്രയല്ലോ. അതെ. നീ എന്താ ആലോചിച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മിണ്ടാതെ പോവാൻ നോക്ക്. മിണ്ടാതെ പോവാനോ? കൊള്ളാലോ ഇത്. ഇവന് ഭയങ്കര ബുദ്ധിയാണല്ലോ. നമ്മളൊക്കെ കണ്ടതിന് ശേഷമാ ഫിക്സ് ചെയ്യുക. ഇവൻ ആലോചിക്കുമ്പോഴേ സ്കാൻ ചെയ്യുവാണല്ലോ. ഒരുപക്ഷെ റേറ്റ് കുറഞ്ഞു പോയതായിരിക്കുമോ? അങ്ങനെ വരാൻ വഴിയില്ല. എങ്ങനെ നോക്കിയാലും കാശ് അത്രയല്ലേ വരൂ. എന്റെ ദൈവമേ, ഭഗവാനെ, ഇത് ഒടുക്കത്തെ ഒരു ശ്മശാനമാണല്ലോ. അതെങ്ങനാ? മുമ്പ് ചത്തിരുന്നെങ്കിലല്ലേ ശ്മശാനത്തിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടാവും. എന്തോന്നപ്പ ഇത്? എന്റെ അമ്മ, അത് ശരി, പുല്ലായിരുന്നോ? ഈ കുറുക്കന്മാർ എന്തിനാ കിടന്നിങ്ങനെ തൊള്ള തുറക്കുന്നത്? ഒരുപാട് വർഷത്തെ ശ്മശാനമാണെന്നാ തോന്നുന്നത്. എല്ലാരും ചത്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് പേടിച്ച് ചാവുന്ന തോന്നുന്നു. ഇയാളാരാ? പഴയ ബോഡിയാന്നാ തോന്നുന്നത്. ആരും കാണാതെ അടിച്ചോണ്ട് വന്നതാ. ഇത് വെച്ച് വേണം എന്റെ ലൈഫ് സെറ്റിൽ ആവാൻ. ആരും കണ്ടില്ലല്ലോ. എന്റെ ദൈവമേ, ഞാനും നാളെ തൊട്ട് കോടീശ്വരനാണേ. ജോൺസൺ 1955. അയ്യോ, ആരുടെ മോനാണോ എന്തോ. ഒരുപാട് പഴയ ആളാന്നാ തോന്നുന്നത്. ഇത് തന്നെ കറക്റ്റ് പ്ലേസ്. ആർക്കും സംശയം വരില്ല. ജോൺസാ, നിന്നെ വിശ്വസിച്ചാ ഞാൻ ഇവിടെ വെച്ചിട്ട് പോകുന്നത്. എന്നെ ചതിക്കരുത്, കേട്ടല്ലോ. ഭാഗ്യം ഇവിടെ ആരുമില്ല. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? ഈ ലോൺലി നൈറ്റ്, ഫുൾ മൂൺ, കൂൾ ബ്രീസ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ സത്യം പറയട്ടെ? പറഞ്ഞോ. സത്യമായിട്ട് എനിക്ക് തണുത്ത് വിറയ്ക്കുക. പക്ഷെ നിങ്ങളാണെങ്കിൽ സ്വെറ്റർ പോലും ഇട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ആള് സ്ട്രോങ്ങാ. എന്റെ ഫ്രണ്ട് ആണെങ്കിൽ കോട്ട് ഊരത്തേ ഇല്ല. പോട്ടെ, അത് കള. എന്താ, കോട്ട് വേണ്ടേ? അയ്യോ, അതല്ല, പിന്നെ അത് വിട്ടുകള. കണ്ണും നടച്ചേ. വേണ്ട, ഒന്നാമത് ഭയങ്കര ഇരുട്ടാ. എനിക്ക് പേടിയാ. ഞാൻ പറഞ്ഞ അനുസരിക്കുമല്ലയോ? കണ്ണടയ്ക്ക്. ശരി, അടയ്ക്കാം. പൗർണമി അമാവാസി അടുത്തടുത്ത് വരികയാണല്ലോ. എന്താ നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അതാ ഞാൻ പറഞ്ഞ കണ്ണടക്കില്ലെന്ന്. പക്ഷെ നിങ്ങൾ കണ്ണടച്ച് വന്നില്ലേ? ഞാൻ കണ്ണു തുറന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ചുണ്ടും എന്റെ ചുണ്ടും തമ്മിൽ ഇടിച്ചേനെ, അറിയോ?
പോടാ മണ്ട, നിന്നെയൊക്കെ പ്രേമിക്കാൻ കൊള്ളാവോ? ചി, മാറി നിക്ക അവിടുന്ന്. ഹലോ എന്ന് വെച്ചാ ഓ തോലച്ചു. അപ്പൊ പ്രേമമായിരുന്നല്ലേ? ഓ എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഡാ, എന്ത് ചെയ്തിട്ട് വരിക? അത് പിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ എല്ലാം കണ്ടോണ്ടിരിക്കുക ഇവിടെ. കണ്ടോണ്ടിരിക്കുവായിരുന്നോ? പോടാ മണ്ട. അല്ല, ഒരു പെണ്ണ് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുമ്പോ ഇങ്ങനെയാ ചെയ്യാ? അത് പിന്നെ അപ്പോ രാത്രിയിലും ഒറ്റയ്ക്ക് കിട്ടിയ സമയത്ത്. എന്തോന്നാ ഇത്? ഇതൊക്കെ ആരെങ്കിലും എന്നോട് നേരത്തെ പറഞ്ഞിരുന്നോ? പിന്നെ എങ്ങനെ ഞാൻ അറിയാ? ഡാ, ഇവിടെ വന്നിരിക്കെ, ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു തരുന്നോ? നിനക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് വേസ്റ്റ്. പിന്നെ നീ ആദ്യം റൊമാൻസ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പഠിച്ചോ. നിങ്ങൾക്കറിയോ? അറിയാം, ഞാൻ എത്ര സിനിമയിൽ റൊമാൻസ് ചെയ്തിട്ടുണ്ട്. ഓ, ആരോടെയാ? ഡാ, സിനിമയിലാടാ. ഓ, നീ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. അതൊക്കെ പോട്ടെ, അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇതുപോലത്തെ ഓ, ഭക്തിപടങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ അമ്മേ മഹാത്മ്യം, ദേവി മഹാത്മ്യം, ശ്രീമുരുകൻ, ശ്രീ അയ്യപ്പൻ, അങ്ങനത്തെ എല്ലാ പടവും കണ്ടിട്ടുണ്ട്. കഷ്ടം തന്നെ, നിന്നെ ഞാൻ എങ്ങനെ പറഞ്ഞു. ശരി, ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ 4 തവണ കണ്ടിട്ടുണ്ട്. ആ സിനിമയിൽ ആ ഹീറോയിനും കാറിനുള്ളിൽ റൊമാൻസിൻ ചെയ്യില്ലേ, അത് കണ്ടിട്ടുണ്ടോ? അയ്യേ, ആ സീൻ വന്നപ്പോ ഞാൻ അപ്പ കണ്ണടച്ച് കളഞ്ഞു. എനിക്ക് നാണം വന്നു. പിന്നെന്തിനാണ് ആ സിനിമ കാണാൻ പോയത്? നിന്നോട് പറയുന്നൊക്കെ വെറും വേസ്റ്റ്. സ്ട്രെയിറ്റ് ആയിട്ട് പ്രാക്ടിക്കൽ ആവാം. കാണുന്നില്ല. എന്തുവാണോ സംഭവിക്കുന്നത് ഇവിടെ? ഏയ്, എപ്പോ പോലാണ് ഇങ്ങനെയൊക്കെ? അതൊന്നുമില്ല ചേച്ചി, ആ പോലീസുകാരി പെണ്ണ് അശ്വതയില്ലേ, അവള് ഇവനെ പ്രേമിക്കുന്നുണ്ടെന്ന് റൊമാൻസ് ചെയ്യാൻ വന്നപ്പം ഇവനെല്ലാം കൊളാക്കി. അതുകൊണ്ട് അതൊക്കെ എങ്ങനെയാന്ന് ഇവനെ പഠിപ്പിക്കായിരുന്നു. എടീ, നിന്നെക്കാളും സീനിയർ ഞാനാ, പിന്നെ ഞാൻ എന്തിനാ ഉള്ളേ? ഞാൻ ചെയ്തു തരാം, നോക്ക്. ഡയറക്റ്റ് ചെയ്യാന്നാടാ പറഞ്ഞത്. ഞാൻ പേടിച്ചു പോയി. അല്ല, നീ എന്ത് ചെയ്യാൻ പോവാ? ആ ശരി, ഓക്കെ, റോൾ. എന്തോ നാടാ ഇത് അകന്നിരിക്കുന്നത്? നന്നിട്ട് ഒന്ന് ചിരിയടാ. അതന്നെ. അങ്ങനെ കുറച്ച് ഞാൻ അപ്പുറത്ത് പോടേ. എടേ, എന്തിനാണ് നിന്റെ മോന്തോ ഗുണ്ടയെ പോലെ പിടിച്ചിരിക്കുന്നേ? കുറച്ച് ചിരിച്ച് അവിടെ മോത്തൊക്കെ നോക്ക്. അതന്നെ ആക്ഷൻ. എടാ, ഇങ്ങനത്തെ സീനിൽ അഭിനയിക്കുമ്പോ പല്ല് തേക്കണം, അല്ലെങ്കിൽ ചൂയിങ് എങ്കിലും ചവയ്ക്കണം. അതന്നെ, ഒന്നും കൂടി അടുപ്പിക്ക്. അടുത്തേക്ക് മുഖം, ഒന്ന് ലെഫ്റ്റിലേക്ക്. അങ്ങനെ തന്നെ, അതന്നെ. അടിപൊളി. അയ്യോ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. എന്താ നാടേ, ഞാൻ കൊളവാക്കിയാ? അപ്പൊ ശരി, കാണാം. ഓക്കെ. എല്ലാം നിങ്ങളുടെ സാധനങ്ങൾ എടുത്താ ഇങ്ങോട്ട് സൂക്ഷിച്ചു. ഓക്കെ. ഇങ്ങ് വാ ഡാർലിംഗ്. ഡോണ്ട് വറി, കുട്ടീനെ ജലവും തരും കേട്ടോ. അത് നിങ്ങൾ വേദനിക്കണ്ട കേട്ടോ. എന്തിനാണ് ഇങ്ങനെ കരയണത്? ഒരു ദിവസം വന്ന് കുട്ടിയെ കാണാം. ശരി, നമുക്ക് കാണാം. സംഭവം വിചാരിച്ച് ഒന്ന് ഫീൽ ചെയ്യണ്ട, ഞങ്ങള് പോവാണ്. പിന്നെ പോകുന്ന വഴി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായ എന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ ബേബി, കേറ് മോളെ. ഓക്കെ കൂട്ടാ, വണ്ടി എടുക്ക്. അയ്യോ, ഓടിക്കോ. Twinkle, twinkle, little star. Continue. How I wonder what you are. ട്വിങ്കിൾ സ്റ്റാറായി ഓടാൻ നോക്കിയിട്ട് അവസാനം ഈ ആംഗ്രി ബേർഡിന്റെ അടുത്ത് കുടുങ്ങിയല്ലോ മോനെ. ഇനി നിങ്ങൾ 5 പേരും കാൻഡി ക്രഷ്. മുരുക, എലിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് പുലിയുടെ അടുത്താണല്ലോ വന്ന് പെട്ടത്. മാറി നിൽക്കണം. വലിയ ജാട കാണിച്ച് ഞങ്ങള് വരുന്ന മുമ്പ് വണ്ടി അടിച്ച് മാറ്റാൻ നോക്കിയില്ലേ നീ? എന്നിട്ട് രക്ഷപ്പെടാൻ നോക്കിയില്ലേ? അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്റെ മോനെ. ശരിയല്ലേ അനിൽ മാമ? അതെ ബോസ്. അങ്ങനെ പറ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാരെ ഞങ്ങളുടെ അടുത്ത് നീ കളിക്കാൻ നോക്കണോ?
ഈ കൂട്ടത്തിന്റെ യജമാനി നീയാണോ? ഞാൻ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റോ? ഈ ചുമരിലൊക്കെ വരച്ചു കാട്ടില്ല അവരാണോ? TV സീരിയൽ ആർട്ടിസ്റ്റ്. ചന്ദനമഴ കണ്ടിട്ടുണ്ടോ സർ? നന്ദിനി, നാഗകന്യക അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ലേ? സീരിയൽ കാണാനും സമയമല്ല. നിങ്ങൾക്കും TV സീരിയലൊക്കെ അഭിനയിക്കാം. വില്ലൻ കഥാപാത്രം കിട്ടും. പറയടാ. ആരടാ നീ? കറുത്തങ്ങനത്തെ ഒരു വൃത്തികെട്ട മനുഷ്യൻ. സാറേ, ഞാൻ ശില്പം വിറ്റ് ജീവിക്കുന്ന അപ്പൊ നിങ്ങളൊക്കെ ശില്പം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണോ? അതല്ല സാറേ, ഞാൻ ഈ മുരുകന്റെ, അയ്യപ്പന്റെ, ശിവന്റെ ഒക്കെ വിഗ്രഹങ്ങൾ വിൽക്കുന്ന ആളാ. ദൈവ വിഗ്രഹങ്ങളെ വിൽക്കുന്നവനോ? അല്ല സാറേ, ഈ വഴിയരികിൽ കച്ചവടം നടത്തുന്ന കാര്യം പറഞ്ഞ്. നീ മണ്ടല്ലേ നിന്നോടൊന്നും ചോദിച്ചില്ല. ആരടാ ഇവൻ? ഇത്രയും ചൂടുകാലത്ത് കറുത്ത കോട്ടിട്ട് നിൽക്കുന്ന ആരാണ് നീ? പെട്ടെന്ന് പറ. ഇവനാണ് സാറേ ഞങ്ങളൊക്കെ ഓറഞ്ച് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഓറഞ്ചാ? ഓറഞ്ച് സാറേ, ഈ നാരങ്ങ ഉള്ളില് അല്ലിയൊക്കെ ഉണ്ടാവൂലേ, ഞാൻ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നവനാ സാർ. എന്തോന്ന് അറേഞ്ച് ചെയ്യുന്നവനോ? മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് സാറിന് ഇപ്പൊ പാല് വേണം. അതെ, പാല്. കണ്ടില്ലേ ബോസ്, നമ്മുടെ സ്റ്റോറി അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുവോ? അതല്ല സാർ, കുടിക്കാൻ ഇപ്പൊ പാല് വേണമെന്ന് വെച്ചോ, കടയാണെങ്കിൽ അവിടെ ഉള്ളത് ഇല്ലേ, അത് കൊണ്ടുവന്ന് തരുന്നില്ലേ, അവനാണ് സാർ ഞാൻ. ഇവന്മാര് മൊത്തം കുഴപ്പിക്കുവാണല്ലോ. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലല്ലോ. ഒന്നും കൂടി പറയാനോ സാറേ? സാറിന് പെട്ടെന്ന് ഒരുപാട് സന്തോഷം വന്നെന്ന് വെച്ചോ, അപ്പൊ സാറിന് ഒരു ആവശ്യം വരും. ആരോടോ ചോദിക്കാൻ നിങ്ങൾ ആലോചിക്കും. അപ്പൊ ഞാനാ സാറിനെ സഹായിക്കുക, അവനാണ് സാർ ഞാൻ. നീയാ? എന്താ? ഞാനൊരു ബ്രോക്കർ ആണെന്നാ ഇത്രയും ഡീസന്റ് ആയിട്ട് പറയുന്നത്. എന്താ ശബ്ദം? ഇതെന്റെതല്ല. ഇവന്റെ അടുത്തുള്ള എല്ലാം കളക്ട് ചെയ്ത് വെക്കേ, അവസാനം ഇവന്റെ കഥ തീർക്കാം. നമുക്ക് വേണ്ടി വരും. അതൊക്കെ മനസ്സിലായി. ആരുടെ ഈ സുന്ദരിക്കുട്ടി? സീരിയലിൽ അഭിനയിക്കുന്ന നായികയാണോ? കാണാൻ നല്ല ഫിഗർ ആണല്ലോ, അത്യാവശ്യം നല്ല സൈസും ഉണ്ടല്ലോ. ആരടാ മുത്തേ നീ? ഡാൻസറോ? ബോസേ, ഇവളെ ഞാൻ പല പ്രാവശ്യം TV കണ്ടിട്ടുണ്ട്. സൂപ്പർ ആയിട്ട് ഡാൻസ് കളിക്കും ബോസേ. ശരിയാണോ? അതേന്ന്, എലിമിനേഷൻ കൂടെ ആയിട്ടുണ്ടെന്ന്. എലിമിനേഷൻ ആകാൻ വേണ്ടി ഡാൻസ് കളിക്കുന്നോ? ഇതുവരെ ആരും അവരുടെ മരണത്തിന് മുമ്പിൽ ഡാൻസ് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ട് ഇതാ നിന്റെ മരണത്തിന് മുമ്പിൽ നീ തന്നെ ഡാൻസ് കളിക്കാൻ പോകുന്നു. തുടങ്ങിക്കോ, ഒന്ന് കളിക്കുന്നേ. ഞാൻ കളിക്കില്ല. കളിക്കുന്നോ? ഞാൻ 20 വർഷമായിട്ട് TV സീരിയലിൽ ഹീറോയിനായിട്ട് അഭിനയിക്കുന്നവളാ. കാണാൻ ചെറുപ്പമാണെങ്കിലും വയസ്സായി ഒരുപാടായി. ഇനി ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റില്ല സാറേ. അവരെ ഒന്നും ചെയ്യണ്ട, അവർക്കൊന്നും അറിയില്ല. ഇവരോട് എല്ലാവരോടും ഒന്നും പറയാതെ ഞാനാ വിളിച്ചോണ്ടെന്ന്. നിങ്ങൾക്ക് വേണ്ടത് വണ്ടിയല്ലേ, എടുത്തോളൂ. ഇവരെ എന്തെങ്കിലും ചെയ്താൽ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ പിന്നാലെ അലിഞ്ഞലിഞ്ഞ് ഞാൻ ഒരുപാട് ക്ഷീണിച്ചു പോയി. എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ടേ? അതിനാ ഇവരോട് കളിക്കാൻ പറഞ്ഞത്. കളിക്കേ. എന്ത് സെറ്റ് വേണമെന്നോ? ഇതും സെറ്റാണല്ലോ, മെക്കാനിക് ഷെഡ്. എത്ര സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാ കളിച്ചോ. കൂടെ ഡാൻസ് ചെയ്യാൻ ബോയ്സ് വേണം സർ. ഇവരോട് ചെയ്യാൻ പറയോ? ബോയ്സ് അല്ലേ? ഇവന്മാരും ബോയ്സ് തന്നെയാ, നന്നായി കളിക്കും ചെയ്യും. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. മര്യാദക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങുക. നീ ഇപ്പൊ ഡാൻസ് കളിക്കോ ഇല്ലയോ ഞാൻ കാണട്ടെ. ഇങ്ങോട്ട് തന്നെ. നീ കളിക്കണം, ഞാൻ ഇവിടെ ഇരുന്ന് കാണണം. Yo, I'm the hottest girl around. I'm rich, rapping with a passion, you can hear it in my voice. People's choice, Roxanne and these beats. You claim me cold, so we're bringing heat to the streets. Facebook പേജിലാണ് എഴുതിന തോന്നി സൗഹൃദം കൂടുന്നു. ഞാൻ ലോഗിൻ ചെയ്യും സമയത്ത് അത് ട്വിറ്റർ കൂടെ വലയുകയാം. ഞാൻ എന്ത് പോസ്റ്റ് ഇട്ടാലും ലൈക്സ് 10,000 കവിയുന്നു. എന്റെ അമ്മച്ചി ഫോട്ടോ ഇട്ടാലും 1,00,000 പേര് ലൈക്ക് ചെയ്യുന്നു. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞാലേ ഒരു കൂട്ടം സൂപ്പർ പറയുന്നു. 8 ഫോളോവേഴ്സ് ലിസ്റ്റിൽ നാണേൽ ഒബാമ ഉണ്ട്.
ടീനേജ് അടിപൊളിയാണേ കൂട്ടരെ, കണ്ണോണ്ട് ചെയ്യുമടി അധികം ഡാമേജ്. മാരേജ് അയ്യോ തെറിയ മാരേജ്, കമ്പികളില്ല ജയിലാടേ മാരേജ്. അട മതിയാക്കി തനിയെ കഴിയാൻ ശീലിക്കുക. അസുരവിത്താൻ ജന്മം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ജനറേഷൻ മിഷനായി പെണ്ണിനെ ആക്കി തീർത്തല്ലോ. വൈറസ് ആണുങ്ങളൊക്കെ വൈറസ്, പെണ്ണെന്ന സോഫ്റ്റ്വെയറിനെ ചീത്തയാക്കും വൈറസ്. ടൈം പാസ് പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ടൈം പാസ്. പെൺശാപം വാങ്ങിച്ചാൽ നിന്നെ പോക്കാണേ. പെണ്ണിന്റെ മനസ്സ് എന്താന്ന് മെല്ലെ ചോദിച്ചു നോക്കൂ നീ. ചെറിയ കുട്ടിയെ പോലെയാ കപടമില്ല മനസ്സിലോ. ഉടലിനെ ആശിക്കുന്നവൻ അവനൊരു മനുഷ്യനല്ല നീ. വേഗം ഒഴിക്ക്. ആ ചെല്ല്, അവരെ അഴിച്ചുവിട്. ഞാൻ അഴിച്ചുവിടാന്നേ. പെട്ടെന്ന് വാ. ഓട്ടോ ഓടിക്കാൻ അറിയത്തില്ല. എടാ എന്തുവാണ് തൂണും പിടിച്ചു നിന്നോണ്ടിരിക്കുന്നത്? ഓ കെട്ടി വെച്ചിരിക്കുവാണോ? എന്തോന്നാ? ഓ ഇതാണോ? അയ്യോ, അതിനൊന്നും എനിക്ക് സമയമില്ല. വേണം, നിങ്ങൾ തന്നെ രക്ഷപ്പെട്ടോ. ഞാൻ പോണു. വേഗം വാടാ. എടാ അവരെയൊക്കെ ഒന്ന് വിളിക്കേ, വേഗം ആവട്ടെ. എന്തുവാണ് വണ്ടി ഇങ്ങനെ അകടന്ന് ആടുന്നത്? എടീ തുണിയില്ലാത്തവളെ വേഗം ഓടി വാ, വന്ന് കേറ്. എടാ മര്യാദയ്ക്ക് ഓടിക്കണം. ഈ വണ്ടി ഓടിക്കാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും അനുഭവം.
ഇടത്തോട്ട് തിരിക്കുമ്പോ വലത്തോട്ടാണല്ലോ പോകുന്നത്, വലത്തോട്ട് തിരിക്കുമ്പോ ഇടത്തോട്ട് പോകുന്നു. മുരുക മുരുക രക്ഷിക്കണേ മുരുക. എന്റെ പാലിനകത്തൊരു പാമ്പ് സ്റ്റീറിക്കൊന്ന് പിടിച്ചേ. അയ്യോ ഞാനിനി എന്താ ചെയ്യാ? എന്റെ പ്രതിഷ്ഠ, എന്റെ വിഗ്രഹം, എന്റെ വിഗ്രഹം ഇപ്പൊ ഉടയും. ചേച്ചി പാമ്പ് കയറിയത് നിങ്ങളോട് പാമ്പ കയറിയത്, പാമ്പ് പാമ്പ്. നിർബന്ധിക്കരുത് പ്ലീസ്, എനിക്ക് കിട്ടി. എന്താ സംഭവിച്ചെന്ന് സമ്മതിക്കുന്നില്ലല്ലോ. ചേച്ചി എന്താ ചെയ്യാ? മണ്ട നീ എന്താ ചെയ്യുന്നേ? ഇത് കടിച്ചിരിക്കുവാണല്ലോ. ആദ്യം നീ എടുത്ത ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടത് കൊണ്ടാണ് ഇത്ര അനുഭവിക്കുന്നത്. എന്നിട്ട് വേറെ ഫോട്ടോ ഇടാൻ മര്യാദയ്ക്ക് പോയി നോക്കണം. അവ പിടിച്ചത് എന്താണെന്ന് നോക്ക്. പതുങ്ങി പോണ്ട്, വേഗം പോടാ. ഒന്ന് പോടാ, പാലിനകത്ത് പാമ്പ് കയറി പോകാനൊരു പടം പിടുത്തം. ഒന്ന് പോടാ. മർമ്മം മർമ്മം മർമ്മം. പിന്നെ എവിടെയാടാ? എടാ പാമ്പ് ചത്താ? പോയി വണ്ടി കയറാല്ലേ? അവനെ പാമ്പ് കടിച്ചെന്ന് നീ എന്തൊക്കെ ആവശ്യമില്ല സംസാരിക്കുന്നത്? അവൻ എന്തോ പിച്ചും മെയ്യും പറയില്ലേ? നിങ്ങൾ പോയി വണ്ടി കയറാൻ ഇങ്ങനെ പറഞ്ഞ അവൻ വണ്ടി ഓടിച്ചോണ്ടത് നമ്മളിപ്പോ ജീവനോടെ ഉള്ളത്. അവൻ എന്താ സംഭവിച്ചത് നോക്കണം. നീ എന്തിനാ കിടന്ന് ഓടിച്ചേക്കുന്നേ? കുഴപ്പമില്ലെന്നേ കണ്ടേ. ഫേസ്ബുക്കിൽ വേഗം കൊണ്ടുവാ, വണ്ടി എടുക്ക്, വണ്ടി കേറ്റവനെ. ചത്തു പോവോ എന്തോന്ന് അറിയില്ല. എന്നിട്ട് നീ വേഗം വണ്ടി ഓടിക്കാൻ നോക്ക്. നമുക്ക് ഇതിന് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ഓ വേഗം ആ സൂക്ഷിച്ച് പിടിക്ക്. ഓ ഇവന് ബോധമില്ല. ഇവന് ബോധമില്ലെങ്കിൽ നമ്മളെല്ലാരും തന്നെ കുടുങ്ങും. ദൈവമേ, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഹൃദയപിടിപ്പുണ്ട്. ഉണ്ട് ഉണ്ട്, നമ്മളെല്ലാരും രക്ഷപ്പെട്ടു. ദൈവമേ, എടാ ഇവിടെ നിങ്ങൾ ഇവിടെ സ്ട്രക്ചർ എടുത്തോണ്ട് അവനെ പെട്ടെന്ന് ഇറക്കി ഇതിലോട്ട് ഇരുത്ത്. പെട്ടെന്ന് ആവട്ടെടാ. നോക്കിയിറങ്ങ. ദൈവമേ, എന്തെങ്കിലും ആട്ടെ, ഉന്തിക്കൊണ്ട് പോ. ആ പറഞ്ഞോ സാറേ. എവിടെയാ നീ? അതൊന്നുമില്ല സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല സാർ, കുറച്ച് സമയം തന്നാൽ മതി, ഞാൻ എത്തിക്കോളാം. ഓൾറെഡി ഒരു ദിവസം കഴിഞ്ഞു, അറിയാലോ അല്ലേ? സാർ, എന്റെ ഫ്രണ്ടിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്കിപ്പോ വരാൻ കഴിയില്ല. നീ ഓൾറെഡി പണം വാങ്ങിച്ചിട്ടുണ്ടല്ലേ? പണം വാങ്ങിച്ചെന്ന് പറഞ്ഞ് എന്തോ ഈ പറയുന്നത്? ഞാൻ എന്ത് വലിയ കാര്യം ചെയ്തതെന്ന് അറിയോ? ശില്പം കൊണ്ടുവരാനല്ല പറഞ്ഞത്, പക്ഷെ വണ്ടിക്കകത്ത് എന്തൊക്കെയോ പിടിക്കപ്പെട്ട എല്ലാരും ഞാൻ കാണിച്ചു കൊടുക്കും. ഇന്ന് നിനക്ക് വരാൻ പറ്റുമോ ഇല്ലയോ? വരാൻ പറ്റില്ല. അപ്പൊ നീ വരില്ല അല്ലേ? ഇവരെ വിട്ടിട്ട് ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല സാർ, പറഞ്ഞാൽ മനസ്സിലാക്കണം. ഒരു മിനിറ്റ്, ഇന്ന് വന്നാൽ നിന്റെ ലവറിനെയും 50 ലക്ഷം നിനക്ക് കിട്ടും. സാറേ ദേ വന്നു സാറേ. എന്തായി പോവാം? എങ്ങോട്ട്? എന്ത് ചോദ്യം ഇത്? പോകണ്ട നമുക്ക്. എന്താ ഈ പറയുന്ന? കളിക്കുന്ന ഒരുത്തൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുവാ. നിനക്ക് പണമാണ് വലുതല്ലേ? അതൊന്നും സംസാരിച്ചോണ്ടിരിക്കുക, ഇപ്പൊ സമയമില്ല, നമുക്ക് പോവാം. അവിടെ ചത്തോണ്ടിരിക്കുന്നത് നിന്റെ ഫ്രണ്ടാ. കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടാടാ നിനക്ക്? ഇതൊക്കെ വെറുതെ പറയാൻ കൊള്ളാം, പക്ഷെ ലൈഫിൽ ഇതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ല. വേണമെങ്കിൽ 50,000 രൂപ കൂടുതൽ തരാം. അവൻ ഓക്കെയാണ്. നിനക്കോ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പാട്ടി കൊന്നു കളയുന്നില്ല ഞാൻ. ആ ചെറുക്കൻ കണ്ണ് തുറക്കുന്നതിന് മുന്നേ ഒരുത്തനെ ഇവിടുന്ന് ഒരടി പോലും വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ, ഇങ്ങനെ സംസാരിച്ചിരുന്ന എന്റെ 50 ലക്ഷം. 50 ലക്ഷമോ? എന്തോന്ന്? 50 ലക്ഷം?
ഓ ഷെറ്റ്. എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ആ 50 ലക്ഷം കിട്ടാനായിട്ടാണ് നീ ഇങ്ങനെ കിടന്ന് അഭിനയിച്ചതല്ലേ? ഞാനും സിനിമയിൽ ഒരുപാട് വില്ലന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലെ നന്ദി കെട്ടവനെ കണ്ടിട്ടില്ല. ഞാനും പണത്തിന് ആഗ്രഹിക്കുന്നവളാ, പക്ഷെ ഒരുത്തൻ ജീവൻ മരണ പോരാട്ടം നടത്തുകൊണ്ടിരിക്കുക അവിടെ. നാണം കെട്ട അത്യാഗ്രഹിയാ നീ. പണം വീഴാൻ നിൽക്കുന്നവൻ. ആണോ? അതേ വരുന്നു. ഒന്നുമില്ല, എന്നാ നിങ്ങൾ വിട്ടോ. നിങ്ങളാരും വരുന്നില്ലേ? ആ എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ അവനൊരു കുഴപ്പമില്ല. നിങ്ങളാരും വരുന്നില്ലല്ലോ. നിങ്ങളാരും വരുന്നില്ലല്ലോ അല്ലേ? എടാ നീ അവനെ പതുക്കെ ഒന്ന് പൊക്കാൻ നോക്ക്. അവൻ സംസാരിച്ച് പോകുന്ന പോക്കണ്ടില്ലേ? നാണം കെട്ടവൻ. ജീവനെക്കാളും പണമാണെന്നത്ര അവന് വലുത്. അവനൊക്കെ ഒരു മനുഷ്യനാത്ര. അവനില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ പോകാൻ അറിയില്ലേ? എന്തായാലും കുഴപ്പമില്ലടാ, വാടാ നമുക്ക് നമ്മുടെ നാട്ടിൽ പോവാം. എന്നെ വന്ന് രക്ഷിക്കു വിനോദ്, വേഗം വരില്ലേ? ആദ്യം ഇതുപോലെയുള്ളവന്മാരെ കൂട്ടുകെട്ട് നിർത്ത്. ഹേ, അയാൾ അത്ര ചീത്ത ആളൊന്നും. അപ്പൊ നീയോ? എനിക്കറിയാം ഞാൻ നല്ലവനാണെന്ന്. വേണ്ട, ഇത് റിസ്ക് ആണ്. വഴിക്ക് വല്ല ഹോസ്പിറ്റൽ ഉണ്ടോ നോക്കിയേ. കണ്ടാ നിർത്തില്ല ചേട്ടാ. എന്റെ അമ്മോ വേദനിക്കുന്നു. ഒന്ന് പെട്ടെന്ന് പോടേ. വല്ല ഹോസ്പിറ്റൽ ഉണ്ടോ നോക്കിയേ, വേഗം നോക്കി നോക്കി പോടാ. വണ്ടി വരുന്ന കണ്ടില്ലേ? എന്തോന്നാടാ ഇത്? ആശുപത്രിയിൽ ആരെയും കാണാനില്ലല്ലോ. ഇത് പുണ്യാർച്ചനൊന്നും നടന്നില്ലേ? അമ്മച്ചി വേദനിക്കുന്നു, എനിക്ക് വേദനിക്കുന്നു. അല്ല ബോസ്, അത്ര വലിയ വണ്ടി ഇടിച്ചിട്ട് ഞങ്ങൾക്ക് രക്തമൊന്നും വന്നില്ലല്ലോ. ബോസിന് മാത്രം എങ്ങനെയാ വന്നത്? എങ്ങനെ വന്നത് നിനക്ക് കാണണോ? ഈ പാമ്പിനെ കൊണ്ട് നാളെവിടെ? ബേബി നീ ചത്തോ? എന്റെ ബേബി ആരെങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരു ഫാമിലി കൊണ്ടുവന്നതാ, അവര് പോയി. അവര് തന്നെ ആയിരിക്കും. ബേബി ബേബി, എന്റെ കുട്ടി ബേബി, എന്റെ പൊന്നു ബേബി, നീ പോയല്ലോ ബേബി. ബേബി നിന്നെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാ ഞാൻ. നിനക്ക് സമയത്തിനൊക്കെ പാലും തന്ന് നിന്നെ വളർത്തിയതല്ലേ? ബേട്ട കാശുണ്ടല്ലോ പാല് കൊടുത്തത്, അതുകൊണ്ടാ. അനിൽ മാമേ, പോയല്ലോ. ഞാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യണ്ട, അകത്ത് പോയി ചായ കുടിക്കാം. ചായ കുടിക്കുന്ന പ്രശ്നമില്ല, only revenge. ഈ ഹോട്ടലിൽ ഫുഡ് വല്ലതും ഉണ്ടാവോ? നിന്റെ അടുത്ത് പണം ഉണ്ടോ? ശരി, വാ നോക്കാം നമുക്ക്. വേഗം വിളിച്ചിട്ട് കഴിക്കാൻ എന്തുണ്ടെന്ന് ചോദിക്കടാ. എന്റെ അമ്മേ പോയി. ചേച്ചി, എനിക്ക് റെസ്റ്റ് റൂമിൽ പോണം. ഇവിടെ എവിടെയെങ്കിലും കാണും, പോയിട്ട് വാ. നോക്കിട്ട് വരാം. എന്താ സാറാ വേണ്ടത്? ഒരുപാട് കഷ്ടമാ സുഹൃത്തെ. 1000 രൂപ തരാമോ? ഇല്ലേ? ഓർഡർ ചെയ്യാൻ നോക്ക്. ഓർഡർ പറ സാർ. കൂളായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാ അത് ആ ചേച്ചിക്ക് കൊടുത്തേര്. കാരണം അവര് ഭയങ്കര ഹോട്ടാണ്. എന്തോന്നാടാ കളിയാക്കുന്ന? ഒറ്റ വീക്ക് വെച്ചതാണല്ലോ. പറഞ്ഞില്ലേ ചേച്ചി ഹോട്ടാണെന്ന്? നിനക്ക് എന്തുവാടാ വേണ്ടേ? കുടിക്കാൻ ബ്രാൻഡിയോ? ഉണ്ട് സാർ. പൈന്റിന് 50 രൂപ തന്നാ മതി. ഉണ്ടത്ര. ഒന്നും മിണ്ടായിരിക്കടാ ചേട്ടാ, കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോ. ശരി എന്നാ. പറഞ്ഞുടനെ പോയല്ലോ. ചേച്ചി എന്നെ കിടന്നുപോയി. വരുന്നുണ്ട്. ഇത് കണ്ടോ നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷാണോ പറഞ്ഞത്? ഞങ്ങളെന്താ അകത്ത് വന്നാണോ ഫോട്ടോ എടുത്തത്? പുറത്തേക്ക് വന്നതിന് ശേഷമല്ലേ ഫോട്ടോ എടുത്തത്? എന്തിനങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഒരു പെണ്ണിനെ ഇങ്ങനെയാണ് പബ്ലിക്കിൽ വെച്ച് ഫോട്ടോ എടുക്കുക? പബ്ലിക് പ്ലേസിലല്ലേ ഫോട്ടോ എടുത്തത്? പബ്ലിക്കായിട്ട് ഫോട്ടോ എടുത്തു. ടിവിയിലും സ്റ്റേജിലൊക്കെ ചെറിയ വസ്ത്രങ്ങൾ ധരിച്ച് നിങ്ങളൊക്കെ ഡാൻസ് കളിക്കും. അപ്പൊ എന്റെ കൂടെ ഒന്ന് ഡാൻസ് കളിച്ചോടെ? വാ കളിക്കാം. ഒന്ന് വെറുതെ നീ ഒരു പെണ്ണ് തന്നെയാണ്. ആണിന്റെ ദേഹത്ത് നീ കയ്യല്ലടാ, നോക്കടാ, ഞാൻ കാല് തന്നെ വെക്കും. മര്യാദക്ക് സംസാരിക്കുന്നുണ്ടോ? എന്ത് മര്യാദയാണോ നിനക്കൊക്കെ വേണ്ടത്?
അഭിനയിക്കുന്നവരൊക്കെ അത്ര മോശക്കാരാണെന്ന് വിചാരിച്ചാ? എടാ നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാൽ നീ വെറുതെ ഇരിക്കോ? ആർട്ടിസ്റ്റ് അല്ലേ, നിന്റെ ഫോട്ടോ എടുത്തോ തെറ്റാണോ? പോയ് ഫോട്ടോ എടുക്കുന്നത് തെറ്റില്ല, പക്ഷെ പെർമിഷൻ ചോദിച്ചിട്ട് വേണം അതൊക്കെ എടുക്കാൻ. ലക്ഷം പൈസ വാങ്ങില്ല നിങ്ങളൊക്കെ അഭിനയിക്കുന്നത്. ഞങ്ങളുടെ കൂടെ എന്തിനാ കമ്പയർ ചെയ്യുന്നത് നിങ്ങള്? ആഹാ എന്നാ വാടാ. നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വന്ന് ഞങ്ങൾ അതിനെ എതിർത്ത് നിരാഹാര സത്യാഗ്രഹം വരെ എടുക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം വന്ന് നിങ്ങളുടെ പോലുള്ള ഏതെങ്കിലും തെണ്ടികളൊന്ന് ചോദിക്കാം. അഭിനയിക്കുന്ന ഒരു സ്ത്രീ കുളിക്കുന്ന കണ്ട ഉടനെ ആ ഫോട്ടോ എടുത്ത് നെറ്റിലൊക്കെ ഇട്ടുന്നു. ഇത് സ്വന്തം കെട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ ഇതൊക്കെ നീ ഷെയർ ചെയ്യുവോടാ? ഇങ്ങനെ നോക്കണം തണ്ടി. ഞങ്ങളൊക്കെ മേക്കപ്പ് ഇടുന്നത് അഭിനയിക്കുന്നതൊക്കെ സിനിമയ്ക്ക് വേണ്ടി മാത്രമാ, അല്ലാതെ ജീവിതത്തിലല്ല. മോരപ്പട്ടി. എന്റെ മോനൊന്നും ചെയ്യില്ല, ഞാൻ പോയേക്കാം. നീ എന്തിനാ പേടിക്കുന്നേ? ഞാനുണ്ടല്ലോ, ധൈര്യമായിട്ട് വാ. അയ്യോ ഇതാര്, ജാൻസി റാണിയോ? നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും, പക്ഷേ എൻ്റെ സന്ദർഭം എന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചു. എന്തോന്നൊരു പുതിയ കഥ? ബാക്കി കഥ കൂടി പറ. കഥയോ? ഇതൊന്ന് കേക്ക്. എപ്പോഴും ഈ പരിപാടിയൊക്കെ ഞാനാ ചെയ്യുന്നത്. ഇപ്പൊ ഇവൻ എടുക്കുന്നല്ലോ ഫോണ്. ഹലോ വിനോദ്, എന്നെ ആരും തട്ടിക്കൊണ്ടു വന്നിരിക്കുക. നീ വന്നാലേ റിലീസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. എത്രയും പെട്ടെന്ന് എന്നെ വന്ന് രക്ഷിക്ക് വിനോദ്. എനിക്ക് പേടിയാവുന്നു. നീ വേഗം വരില്ലേ? നിങ്ങൾ തന്നെ പറ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരിയാണല്ലോ. അവർക്ക് ആവശ്യം വണ്ടിയിലുള്ള സാധനമാ, ആ പെണ്ണല്ല. വണ്ടി അവിടെ പോകുന്നത് വരെ അവളെ ഒന്നും ചെയ്യില്ല. പക്ഷെ നിങ്ങളോ എന്നെ വിശ്വസിച്ചാ വന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും സാരമില്ലെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നത്. നിന്റെ മനസ്സിൽ ഇത്ര നന്മയുണ്ടായിരുന്നോ? ചേച്ചി പാവല്ലേ ജീവൻ. സോറിടാ, ഞങ്ങൾക്ക് നിന്നെ ശരിക്കും മനസ്സിലായില്ല. എല്ലാരും വാ, നമുക്കൊന്ന് ചവന്റെ ഒപ്പം പോവാം. എല്ലാരും പോവും. ഇപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. സെന്റിമെന്റൽ ഡയലോഗ് അടിച്ച് എന്തൊക്കെ അഭിനയം കാണിച്ച് നടന്നവളാ ഞാന്. എന്റെ അടുത്ത് അവന്റെ ഡയലോഗും കൊണ്ടുവന്നിരിക്കുന്നു തേണ്ടി. ചേച്ചി, അല്ല ചേച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നാണിക്കാണ്ട് തിരിച്ചു വന്ന ഒരു കഥ വിളമ്പുന്നു. ഞാൻ പറയുന്നൊന്ന് കേൾക്കണ്ടേ? അല്ല, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ ആദ്യമായിട്ടല്ല. നിങ്ങൾ എന്താ ഇങ്ങനെ പോകുന്നത്? എന്തോ നേടാ ഓവറായിട്ട് സീൻ കാണിക്കുന്ന നീ. നേരത്തെ നീ പറഞ്ഞ കഥ വിശ്വസിച്ചാണ് ഇപ്പൊ റാട്ടിൽ നിക്കണത്. ഡാടാ, എന്തിനാടാ നീ ഇതിനു പോയി ഇത്രയും വലിയ റിയാക്ഷൻ തരുന്നത്? അത് തന്നെ. നിങ്ങളെന്താ ഇവിടെ? നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? ഞങ്ങള് ഇവിടെ കഴിക്കാൻ വന്നതാ. ബേബി, ഞങ്ങള് ഇവിടെ കളിക്കാൻ വേണ്ടി വന്നു. ഇവരോട് എന്തിനാ സംസാരിക്കുന്നത്? വാ നമുക്ക് പോകാം. നോ ബേബി, എന്തിനാ ഇങ്ങനെ പറഞ്ഞു? കുടുംബമാണോ ഇത്? ചേച്ചി അനുജനും കൂടി ഉമ്മ വെക്കുന്നു, അതിന് അവര് പറഞ്ഞു കൊടുക്കുന്നു. ഇവനാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നു. ഛീ, നാണം കെട്ട കുടുംബം ഇത്. വാമ്മേ പോ. അയ്യേ, എന്താ മോളെ നീ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് കേട്ടാ. അങ്ങനൊന്നും അല്ല, ഞങ്ങളല്ല അഭിനയിക്കുന്ന കുടുംബമാ, ആർട്ടിസ്റ്റ് ഫാമിലി. ഒരു സീരിയലില് റൊമാൻസ് സീന് കോലമോടൻ ഇവന് വരുന്നില്ല, അത് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആ സമയത്താണ് നീ അകത്തോട്ട് വന്നത്. നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് അറിയില്ലായിരുന്നല്ലോ. സോറി ആന്റി, ഞാനാണ് തെറ്റിദ്ധരിച്ചത്. ഇവന് തനിച്ചൊരു പെണ്ണിനെ കിട്ടിയാലേ ഒന്നും ചെയ്യാൻ അറിയില്ല. എന്തോന്ന് എന്തോന്ന് ഇങ്ങനെ സാക്ക് എക്സ്പ്രസ്? നിങ്ങളുടെ പുറകിലുള്ളത് ആരാണ്? ഞങ്ങളുടെ പുറകിൽ എന്തോന്ന്? അയ്യോ ഓടിക്കോ! എന്ത് പട്ടി? Who is that? അയ്യോ മിണ്ടല്ലേ. എല്ലാം കുളമായി. നീ എന്നെ പൊതിരെ തല്ലി വണ്ടിക്കകത്തുള്ള എന്റെ ബേബിയെ കൊന്ന് വണ്ടി അടിച്ചു മാറ്റിയല്ലേ? ഇനി നിങ്ങൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു ഞാനൊന്ന് കാണട്ടെ. അല്ല, അതാരാ? പുതുതായി എക്സ്ട്രാ 2 ടിക്കറ്റ് ഉണ്ടല്ലോ. ശരിയാണല്ലോ, ഡ്രമ്മിന്റെ അടുത്തുള്ള ജഗ് പോലെ. ആരാ മേനത്? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നിങ്ങളുടെ കൂട്ടത്തിനെ മൊത്തം കൊല്ലാൻ ഈ ഒരു തോക്ക് എനിക്ക് മതിയാവില്ല. ഈ ഒരു തോക്ക് എനിക്ക് താ മോനെ. കയ്യില് തോക്ക് തരാൻ പറഞ്ഞാ നീ എന്താ തലയുടെ മുകളിൽ വെക്കണ? സൂക്ഷിച്ച് കൈകാര്യം ചെയ്യില്ലെങ്കിലേ എന്റെ തല ചെതറി പോവും. ആരുടെ കുടുംബത്തെ ആരാടാ കൊല്ലാൻ പോണേ? ഈ നേരത്താണോ നിന്റെ മിമിക്രി? ആരാണ് നീ? എടാ നിന്നോട് ആരാണ് നീ? ആ തോക്കിന്റെ ഓണറാടാ. എടാ ആരാ ഇവന്മാരൊക്കെ? ഇവന്മാരെന്താ ഇവിടെ ചുറ്റിക്കളയുന്നത്? എടാ ഒന്ന് അന്വേഷിക്കേ. വലിയ എടാ ആരാ നിങ്ങള്? എന്റെ ദൈവമേ, ചോദിച്ചത് കേട്ടില്ല, ആരാണ്? മര്യാദയ്ക്ക് പറഞ്ഞോ.
എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. സാറേ ബോസെ നമുക്ക് എടാ, ഇവിടുന്ന് പറയാൻ. രക്ഷപ്പെടാം. ബോസെ മിണ്ടാതിരിക്ക് ബോസെ. ബോസ് നമുക്ക് രക്ഷപ്പെടാം ഇവിടുന്ന്. ഏത് സ്ഥലമാണോ ഇത്? ഒരു സെക്കൻഡിലല്ലേ ലൊക്കേഷൻ മാറ്റി കളഞ്ഞത്. എന്തോ നാടി ഇതേത് സ്ഥലവും പഴയ കാലത്തെ ബെന്നി കമ്പനി പോലെ ഉണ്ടല്ലോ. എന്തിട്ടാ ശബി ഇവിടെ നടക്കണേ? ഇതെന്ത് കുന്തോ ഇത്? ഓപ്പണിംഗിൽ ഗണ്ണൊക്കെ വെച്ചോണ്ട് നിന്റെ എൻട്രി സൂപ്പർ ആയിരുന്നല്ലോ. ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെയും കെട്ടി വെച്ചിരിക്കുകയാണല്ലോ. എന്നെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. എപ്പ നീ വിഷയില്ലാത്ത പാമ്പിനെ വെച്ച് ബിൽഡപ്പ് ചെയ്തോ അപ്പ മുതൽ വില്ലൻ എന്നുള്ള നിന്റെ വെയിറ്റ് പോയി. നീയല്ലേ എന്റെ ബേബിയെ കൊന്നത്? ബേബിയോ? നിന്റെ ബേബി ചെയ്ത പരിപാടി കൊണ്ടല്ലോ എന്റെ ബേബി കിട്ട പണി കിട്ടിയത്. എന്നെ കുറിച്ച് നിനക്ക് എന്ത് വേണമെങ്കിൽ പറയാം. എന്റെ ബേബിയെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ. കെട്ടി വെച്ചതിന് ശേഷം എന്ത് ബേബിയോടോ? മിണ്ടാതിരിക്കണോ? ഞാൻ ആ കൊരങ്ങനോട് എന്തിനാണ് നീ മിണ്ടിക്കൊണ്ടിരിക്കുന്നേ? ഇവിടെ ഇപ്പൊ എന്നെ ഏത് തണ്ടിയാ കെട്ടിയിട്ടത്? അതെ, എന്റെ ബോസിനെ കണ്ടാ നിങ്ങക്ക് കോമഡി പീസ് ആയിട്ട് തോന്നുന്നു. ഈ സമയം നോക്കിട്ട് നീ എന്താ അവന്മാരോട് കളിക്കുന്നത്? നിങ്ങളൊന്ന് മിണ്ടാതിരി. നിങ്ങൾ എത്ര വലിയ ഡോണാണെന്ന് എനിക്ക് മാത്രം അറിയൂ. അങ്ങനെയെങ്കിലേ കെട്ടഴിച്ച് രക്ഷപ്പെടായിരുന്നില്ലേ? എനിക്ക് കെട്ടിടാനേ അറിയുള്ളൂ. കെട്ടഴിച്ച് രക്ഷപ്പെടുന്ന സ്വഭാവം എനിക്കില്ല. നിങ്ങൾ രക്ഷപ്പെടാൻ വലിയ വിദഗ്ധരല്ലേ? എന്നാ രക്ഷപ്പെടിപ്പോ. ഇവൻ ആരാ? കാട് പോലുള്ള മുടിയുടെ നടക്ക് കുറച്ച് മോന്ത പോലെ. ചേച്ചി എന്നെ ആരാ കെട്ടിയിട്ടത്? നിന്നെ ആരാണോ കെട്ടിയിട്ട് അവനാ എന്നെയും കെട്ടിയിട്ടെ. ഓ, അപ്പൊ നീ രണ്ടാം കെട്ടാണോ? നിന്നെ ഞാൻ. അയ്യോ, ആരാപ്പാ പുതിയ വില്ലൻ? ഹ്യൂമാറിന്റെ നടുവ് എന്നെ ഒന്ന് രക്ഷിക്ക്. ഒന്ന് എൻട്രി ആവ് എന്റെ വില്ല. ഇങ്ങനെ എന്നെ അടിക്കലടാ ചൊറപ്പട്ടി. ഒരുപാട് പഞ്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്നൊരു ഇടി അടിക്കുന്നത്. ഹേയ്, ആരാത്? നേരിട്ട് വാടാ. ഇവരാണ് സ്പൈഡർമാനോ? എനിക്ക് വേദനിക്കുന്നു. വേണ്ട. ചെയ്യില്ല. ഇങ്ങനെ അടിക്കുന്ന ആണെന്നല്ല. ആരാടാ അത് എന്നെ വെറുതെ അടിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ വീരനൊന്നും അല്ല. നീ ഒന്നും മിണ്ടാതിരിക്കടാ. ഇടാവും വീണ്ടും വന്ന് ധൈര്യം ഒറ്റക്കെട്ടിക്ക് വാടാ. ഓ, ഇവൻ ആശുപത്രി കിടക്കുന്ന തോന്നുന്നു. ഇവിടെ എന്തുവാടാ ഈ നടക്കുന്നത്? എനിക്കറിയാം, ഞാനിവിടെ നിൽക്കുവോ. തുടക്കം മുതൽ ഇടിയാണല്ലോ. ഇവ വല്ല ഇടി ക്ലാസ് നടത്തുന്നുണ്ടോ? എന്റെ അമ്മ, ആരാടാ അത് അടിച്ചടിച്ച് എസ്കേപ്പ് ആവുന്നത്? ഞങ്ങൾ കെട്ടിവെച്ചിരിക്കുമല്ലോ. ധൈര്യമായിട്ട് മുമ്പിലോട്ട് വേണം. എനിക്കറിയില്ല. അവന്റെ വരുത്ത് കേട്ടോ നമ്മളെ മീൻകറിയാക്കുന്ന തോന്നുന്നു. വില്ലനാ? ആരുടെ അവൻ ഗൊറിയിലേക്ക് ഷേവിങ് ചെയ്ത പോലെ ഉണ്ടല്ലോ. എടാ വിടടാ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ക്ലൈമാക്സ് എത്തിക്കഴിഞ്ഞു. ഇത് എന്റെ സീനാണല്ലോ. അയ്യേ, ഇവൻ വെറും തിരുമണ്ടനാണ്. നോക്കിയാ കോമഡി പീസ് പറഞ്ഞത്. ഇതുവരെ അണ്ടർഗ്രൗണ്ട് ദാതാവായി ജീവിച്ച ഈ പുലിമുരുകനെ പുറത്തേക്ക് വരുത്തിച്ചു നിങ്ങൾ. ഈ ഇന്ത്യയിൽ ആർക്കും ഇല്ലാത്ത ധൈര്യം നിങ്ങൾക്ക് എങ്ങനെ വന്നു? അല്ല സാറേ, ഞങ്ങളെന്താ അത്ര വലിയ കാര്യമാണോ ചെയ്തത്? അങ്ങനെ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അവകാശപ്പെട്ടത് നിങ്ങൾ അടിച്ചു മാറ്റി, അറിയോ? എന്ത്? നിങ്ങളുടെ മേത്ത് കൈവച്ചെന്നോ? സാറേ, ആദ്യമായിട്ടാ ഞങ്ങൾ നിങ്ങളെ കാണുന്നേ. എന്താ നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് വാനിനകത്തുള്ള ചരക്കിനെ കുറിച്ചാണ്. അപ്പൊ ഇയാളാണ് നമ്മളോട് ഫോണിൽ സംസാരിച്ച? ഇങ്ങനെ പറന്ന് അടിക്കുന്നില്ലേ? ആരാ നിങ്ങളുടെ ഗുരു? എന്റെ ഗുരുനാഥൻ ആരാണെന്ന് നിനക്ക് അറിയണോ? കണ്ടോ ഗുരുനാഥ, ഞാൻ ആദ്യമായിട്ട് ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പോവാണ്. എന്നെ അനുഗ്രഹിക്കണേ. എന്താ പിടിച്ചോ? തുടങ്ങട്ടെ. തുടങ്ങിക്കോളൂ. കൃത്യ
കൃത്യമായി പ്ലാൻ ചെയ്തതിനെ കൊടുക്കാൻ നോക്കിയല്ലേ? കൊള്ളാം കൊള്ളാം, നമുക്ക് പോകാം, വരൂ. എന്നെ പിടിക്കാൻ സാധിക്കും, പക്ഷെ എന്റെ സ്ഥാനത്ത് ആർക്കും പിടിക്കാൻ സാധിക്കില്ല. ഇത് അവസാനമല്ല, തുടക്കമാണ്. വീണ്ടും കാണാം. Hello, sir. Hello, sir. You did a good job. Hello, sir. Congrats, sir. Hi, sir. Well done, sir. Good job. താങ്ക് യു സർ. Very good. താങ്ക് യു സർ. എന്തുവാ ബോസ് അന്വേഷിക്കുന്നത്? അതല്ലടാ, ആ ഈ മീഡിയക്കാരൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അതൊക്കെ ഇന്റർനാഷണൽ കള്ളന്മാർക്കാ സാറേ. നമ്മളെ പിടിക്കാൻ പോലീസ് വന്നത് വലിയ കാര്യം. കണ്ണൂർ ജയിലെങ്കിലും നമുക്ക് നേരിടത്തിരിക്കാലോ. ഈ പെണ്ണ് ഫോട്ടോയിലുള്ളതിനേക്കാളും നേരിട്ട് കാണാനാണ് നല്ല ഭംഗി. കേട്ടോ? എന്തു പറ്റി വിനോദ്? ഷോക്കായി പോയോ നീ? ഇവിടെ സംഭവിക്കുന്നതൊന്നും നിനക്കിപ്പോ മനസ്സിലാവുന്നുണ്ടാവില്ലല്ലേ? I'll tell you. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും നീ ചെയ്ത തെറ്റെല്ലാം ഫോട്ടോ എടുത്തതും വീഡിയോ എടുത്ത് അതെല്ലാം പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തതും ഇതെല്ലാം ചെയ്തത് ഞങ്ങളാണ്. നിങ്ങളോ? യെസ്, ഐ എം ആൻ ഇൻഫോമർ. ഇവളെന്തോന്ന് ഇതൊരു പറയുന്നത്? മിഷനാണ്. മിഷന്റെ കാര്യം. നിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനല്ല ഞാൻ ഇതൊക്കെ ചെയ്തത്. നിന്നെ നല്ലവനായിട്ട് മാറ്റാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. നീയല്ലേ അന്ന് പറഞ്ഞത് നീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇനി വലിയൊരു ഡീലും കൂടി കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ സെറ്റിൽ ആവാന്ന്? ഓർമ്മയില്ലേ നിനക്ക്? ഇതൊക്കെ ഞാൻ വിട്ടേക്കാന്ന് നീ പറഞ്ഞതാ. ഇപ്പൊ ഓർമ്മ വന്നോ? അത് തെറ്റായ കാര്യമാവണമെന്നില്ലല്ലോ. ഈ മിഷന് വേണ്ടി നിന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ നിന്റെ ജീവന് യാതൊരു ആപത്തും ഉണ്ടാവാൻ പാടില്ലെന്നും പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ മിഷന് സമ്മതിച്ചത്. എന്നിട്ട് ഞാൻ നിന്നെ തനിച്ചാക്കിയില്ല. നിന്റെ കൂടെ ട്രാവൽ ചെയ്തില്ലേ ഒരു പോലീസ് ഫാമിലി? അവരൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റാ. അവരോടൊപ്പം ഞാനും ചേർന്ന് നിനക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ലെന്നും പറഞ്ഞ് നിന്നെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്തു. ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാവാനാണെന്ന് ആലോചിക്കുകയാണോ വിനോദ്? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് എത്ര വലിയ ഹെൽപ്പാ നീ ചെയ്തിരിക്കുന്നതെന്നറിയോ? പണത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുന്നുള്ള മോട്ടീവ് ഉപയോഗിച്ച് കുറെ കാലമായിട്ട് പോലീസ് അന്വേഷിച്ചോണ്ടിരുന്ന ഒരു അണ്ടർവേൾഡ് ഗുണ്ടയെ പിടിച്ചിരിക്കുക നമ്മള്. ഇതിന് റിവാർഡായിട്ട് നീ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പണം നിനക്ക് കിട്ടും. ഇനി ഒരിക്കലും നീ തെറ്റായ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. പോലീസിനെ പേടിക്കേണ്ട കാര്യമില്ല. നീ അറിയാതെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെല്ലാം എത്ര വലിയ ഹെൽപ്പ് ചെയ്തെന്നറിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി. ഇവിടുത്തെ ഏറ്റവും വലിയ ഡ്രഗ് ഡീലറിനെ പിടിക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് മാത്രം ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വലിയ അവാർഡ് താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. കോൺസ്റ്റബിൾ, ഇവരെല്ലാരും വണ്ടി